ഈ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. परमेश्वर के नाम की महिमा हो. ഇന്ന് പൽക്കാലം ഈ സഭയിൽ കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിച്ച കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. आज के इस दिन परमेश्वर के इस उपस्थिति में इस चर्च में आने के लिए परमेश्वर ने सहायता किया, इसलिए परमेश्वर को धन्यवाद देती हूँ. വളരെ സന്തോഷത്തോടെ ബോംബെയുടെ ദേശത്ത് കടന്നു വന്നൊരു സാക്ഷിയായിട്ട് നിൽപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുന്ന കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. हमें बेटा को भी इस मुंबई के प्रदेश में गवाही के रूप में इस्तेमाल कर रहा है, इसलिए हम परमेश्वर के नाम की महिमा देते हैं. ഞങ്ങളുടെ സാക്ഷി എന്ന് പറയുന്നത് ഇന്നും നാളെയും മറ്റന്നാളും പറഞ്ഞാൽ തീരാത്ത രീതിയിൽ അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന സാക്ഷ്യങ്ങളാണ്. अगर हमारी गवाहियाँ बोले तो आज कल या बोलते रहेंगे ख़त्म ही नहीं होगा. उतनी बड़ी बड़ी बातें परमेश्वर हमारे जीवन में किए, हम उसको अनुभव करते आ रहे हैं. അനേകം കഷ്ടങ്ങളിലൂടെയും പ്രതികൂലങ്ങളുടെയും കടന്നുപോയ സമയങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്നു. बहुत कष्ट मुसीबतों से जब गुजर रहे थे, उसके बीच में भी परमेश्वर की उपस्थिति को महसूस करने के लिए परमेश्वर ने हमें सहायता करता रहा. ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. हमारे 3 बच्चे हैं. മൂത്ത പൈതലായിരുന്നു ചിക്കു കുര്യാക്കോസ്. सबसे बड़ा था चिकू कुरियाकोस. രണ്ടാമത്തെ മോള് റിങ്കു കുര്യാക്കോസ്. दूसरा बेटी है रिंकू कुरियाकोस. മൂന്നാമത്തെ രൂഫോസ് കുര്യാക്കോസ്. तीसरा रूफस कुरियाकोस. 3 പേരും കർത്താവിന്റെ വേലയിൽ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു. तीनों परमेश्वर की सेवा में होने के लिए परमेश्वर ने सहायता किया. ഒരു 2.5 വയസ്സുള്ളപ്പോൾ മുതൽ ചിക്കു പാട്ട് പാടാനും അങ്ങനെ പാസ്റ്റർ കടന്നു പോകുന്ന സ്ഥാനങ്ങളിൽ വെളുപ്പിനെ സുവിശേഷ വിളിച്ചു പറയാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ 2.5 വയസ്സുള്ളപ്പോൾ തന്നെ ചിക്കു കൂടെ കടന്നു പോകുമായിരുന്നു. 2.5 साल जब था उसका चिकू का, तब से ही वो गीतों को गाता था और पास्टर के साथ जो है जहाँ पे भी सेवा में जाते थे उनके साथ वो सेवा में जाता था. അവൻ്റെ ഭാഷയിൽ അവനെ ഉച്ചരിക്കാവുന്ന രീതിയിലൊക്കെയും കാലം തികഞ്ഞു എന്നുള്ള ആ വാക്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് അവനും പാസ്റ്ററിൻ്റെ കൂടെ ഇങ്ങനെ വിളിച്ചു പറയാനായിട്ട് കടന്നു പോകുമായിരുന്നു. उसकी भाषा में जैसा वो बोल पाता था वैसा परमेश्वर के वचन को लेकर बोलता था और पास्टर के साथ चलकर वचन की घोषणा सब किया करता था. ചെറുപ്രായത്തിൽ തന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനും കർത്താവ് സഹായിച്ചു. छोटे उम्र से ही परमेश्वर की सेवा में परमेश्वर ने उसे इस्तेमाल किया. സഭായോഗം കഴിഞ്ഞ് വീട്ടിൽ കടന്നു വരുമ്പോൾ അപ്പച്ചനെയും അമ്മച്ചിയും മുറ്റത്തൊരു പായിട്ട് ഇരുത്തിയിട്ട് അവരുടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ട കർത്തൃമേശ ശുശ്രൂഷകൾ നടത്തുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്തിട്ട് അതിന് ശേഷം മാത്രമേ പെരക്കകത്ത് കയറ്റി ആഹാരം കൊടുക്കാൻ സമ്മതിക്കത്തുള്ളായിരുന്നു. वो आराधना के बाद में घर पे छटाई बिछाकर दादी माँ और जो दोनों को बिठाकर वो गीत गाकर सेवा करके प्रभु भोज का सेवा सब करके उतने सब करने के बाद ही वो घर का खाना भी खाने का परमिशन देता था. വീട്ടിൽ ആരെങ്കിലും കടന്നു വന്നാലും അവരോടെല്ലാം അവൻ്റെ രീതിയിൽ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുകയും അവൻ്റെ ഭാഷയിൽ അവൻ അവരോട് സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. घर पे कोई भी आए तो उनके सर पे हाथ रख के प्रार्थना करना और उसकी भाषा में वो उनसे बातें करता था. അവനെ നന്നായിട്ട് പാട്ട് പാടുന്ന ഒരു പൈതലായിരുന്നു. बहुत अच्छा गीत गाता था. അങ്ങനെ ദൈവം അവനെ ഉപയോഗിക്കാവുന്ന സമയങ്ങളിലെല്ലാം കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. जैसा परमेश्वर को इस्तेमाल करना था उस पीरियड में परमेश्वर उसे सामर्थ्य तौर से इस्तेमाल करता रहा. +2 പഠിക്കുന്ന സമയത്താണ് അവന് ട്യൂമറിൻ്റെതായ കാര്യങ്ങൾ കാണുവാനായിട്ട് ഇടയായത്. जब वो +2 में पढ़ रहा था तो ट्यूमर जो है वो दिखने लगा. +2 എക്സാം കഴിഞ്ഞ ശേഷമാണ് അത് ഓപ്പറേഷൻ ചെയ്തതും പിന്നെ അതിൻ്റെ ക്യാൻസർ ആണെന്ന് കാണുവാനും ഇടയായത്. +2 एग्ज़ाम के बाद उसको पता चला कि वो ट्यूमर कैंसर था और उसका सर्जरी करके निकाल दिया गया. ഞങ്ങൾ ആ റിസൾട്ട് അറിയുന്ന സമയത്ത് അവൻ കൊല്ലത്തൊരു ചർച്ചിൽ മീറ്റിങ്ങിന് വേണ്ടി 10 ദിവസത്തെ ഒരു മീറ്റിങ്ങിന് വേണ്ടി കടന്നു പോയിരുന്ന സമയങ്ങളിലാണ് റിസൾട്ട് അറിഞ്ഞത്. जब वो कोल्लम में एक मीटिंग के लिए 10-15 दिन के लिए मीटिंग में गया था, उस वक्त रिजल्ट पता चला था. അവനവിടെ നിന്ന് കടന്നു വന്ന ശേഷം അവൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാനും ആ സമയത്ത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ പോലും അടങ്ങിയിരിക്കത്തില്ല. അന്നേരം തന്നെ പാട്ട് പാടാനായിട്ട് അല്ലെങ്കിൽ മീറ്റിങ്ങുകളിൽ സംബന്ധിക്കുവാനായിട്ട് കടന്നു പോകുമായിരുന്നു. जैसे ही पता चला ट्रीटमेंट हमने चालू कर दिया था, लेकिन फिर भी वो शांत नहीं बैठता था, हमेशा मीटिंग्स में जाता रहता था. തിരുവനന്തപുരത്ത് RCCയിലായിരുന്നു ആദ്യം ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ट्रिवेंड्रम के RCC सेंटर पर पहला ट्रीटमेंट स्टार्ट किया था. അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് തീർന്ന് സൗഖ്യം പ്രാപിച്ച് മടങ്ങി വന്ന സമയത്ത് അവിടെയുള്ളവർക്കെല്ലാം അവൻ്റെ അനുഭവസാക്ഷ്യങ്ങളും അവൻ്റെ പാട്ടുമെല്ലാം അടങ്ങിയ ഒരു CD അവിടെയുള്ള രോഗികൾക്കും ഡോക്ടർമാർക്കൊക്കെ കൊടുത്തിട്ട് സന്തോഷത്തോടെ മടങ്ങി വരുവാൻ കർത്താവ് സഹായിച്ചു. जब वहाँ पर उसको चंगाई मिला, ट्रीटमेंट ख़त्म हुई और तब वहाँ पर उसके गीत, उसके गवाही वाला एक CD कैसेट वहाँ के लोगों को दिया और गवाही सब देखकर वो वहाँ से निकला था. അങ്ങനെ നീണ്ട 8 വർഷക്കാലം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് ഇടയാക്കി. 8 साल परमेश्वर की सेवा में वो इस्तेमाल होता रहा.
അവൻ കടന്നു പോകാത്ത സ്ഥലങ്ങളെന്ന് പറയുന്നത് ചുരുക്കം മാത്രമേ ഉള്ളൂ. അതുപോലുള്ള സ്ഥലങ്ങളിലെല്ലാം രാജ്യങ്ങളിലെല്ലാം കടന്നു പോകാൻ കർത്താവ് സഹായിച്ചു. बहुत कम ही जगह बाकी रह गया है जहाँ पर वो जा नहीं पाया, वैसे बहुत सारे जगह पर राज्यों तक वो परमेश्वर की सेवा के लिए गया था. പിന്നീട് UK രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യം കണ്ട് UK കടന്നു ചെന്നപ്പോൾ അവന് ഭയങ്കര വണ്ണമായ കാരണം ഫ്ലൈറ്റിലൊക്കെ കയറുന്നത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് അവിടെ വെച്ച് എന്തോ ആരോ ഒരു ഫ്രൂട്ട്സ് കൊടുത്തു കഴിക്കാനായിട്ട്. दूसरी तीसरी बार जब वो यूके जा रहा था तो वो बहुत ही उसका वेट बढ़ने की वजह से, बहुत वजन बढ़ने की वजह से फ्लाइट में नहीं जा पाया करके किसी ने उसको वहाँ पर खाने के लिए एक फल, एक फ्रूट उसको दिया. ആ ഫ്രൂട്ട്സ് കഴിക്കുന്ന കൂട്ടത്തിൽ ഭക്ഷണവും കൂടെ കഴിക്കണമായിരുന്നു. പക്ഷേ അവൻ ഭക്ഷണം കഴിക്കാതെ ഫ്രൂട്ട്സ് തന്നെ 30 ദിവസത്തോളം കഴിച്ചു. അവൻ്റെ വണ്ണം മുഴുവനായിട്ട് ചുട്ടിപ്പോയി. तो उसको फ्रूट्स के साथ में खाना भी खाना चाहिए था, लेकिन वो फ्रूट्स के साथ में खाना नहीं खाया, तो सिर्फ फ्रूट्स खाने की वजह से उसका वेट लॉस हो गया. അവിടുന്ന് പോരുന്ന സമയമായപ്പോഴത്തേക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി ഞാൻ വരുമ്പോൾ മമ്മി അലറി കൂവി കരയൊന്നും ചെയ്യരുത്, ഞാൻ എൻ്റെ വണ്ണം എല്ലാം കുറച്ച് ഞാൻ മിടുക്കനായിട്ടാണ് വരുന്നതെന്ന് പറയുവാനിടയായി. वो वहाँ से फ़ोन करके इस प्रकार से कहा कि मम्मी जब मैं वहाँ पर आऊँगा तो आप चिल्लाकर रोना मत, क्योंकि मैं बहुत ही मेरा वजन जो है कम हो चुका हूँ, मैं पतला दुबला हो चुका हूँ, मैं वैसा आ रहा हूँ. അവൻ കടന്നു വന്നപ്പോൾ ഞങ്ങൾ മാനസികമായിട്ട് തകർന്നു പോയി. അതുപോലെ ശോഷിച്ചാണ് കടന്നു വന്നത്. हमने उसको जब वो लौट आया तो जब हमने उसे देखा तो हम मानसिक तौर से बहुत ही हम टेंशन हो गए थे. हम അതിന് മുമ്പായിട്ട് അവൻ ഗൾഫ് രാജ്യങ്ങളിൽ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഹിപ്പ് റീപ്ലേസ് ചെയ്തായിരുന്നു. गल्फ राज्य में जाने से पहले ही उसका हिप रिप्लेसमेंट सर्जरी हुआ था. പിന്നെ അവൻ വന്നപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ആ ഡോക്ടറെ തന്നെ കൊണ്ടുപോയി കാണിക്കുവാനായിട്ട് ഇടയായി. तो जैसे ही वो लौट आया हम तुरंत डॉक्टर के पास वापस ले जाकर दिखाए. പക്ഷേ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഈ ലെവലിൽ തന്നെ പോയാൽ മതി എന്ന് പറയുവാൻ ഇടയായി. डॉक्टर ने कहा कि कोई बात नहीं है, इसी लेवल में आगे जाने के लिए कहा. പക്ഷേ 2 മാസം കഴിഞ്ഞപ്പോൾ ശാരീരികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാകുവാനും, लेकिन फिर 2 महीने के बाद में वापस शारीरिक तौर से दिक्कतें आई നടക്കാൻ മേലാത്ത ഒരവസ്ഥയിൽ കൂടി കടന്നു പോകാനിടയായി. और वो चल नहीं पाता था, वैसे एक अवस्था में आ गया. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എറണാകുളത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. वैसे हम वापस एर्नाकुलम के एक हॉस्पिटल पर ले जाकर उसे दिखाए. അപ്പോൾ അവർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വീണ്ടും പറയാനിടയായി ക്യാൻസറിൻ്റെ രോഗമാണെന്ന് പറയാൻ ഇടയായി. तो उन्होंने टेस्ट करके इस प्रकार से कहा कि कैंसर की बीमारी है. പിന്നെ ഞങ്ങൾ വെൽകെയർ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കുവാൻ ഇടയായി. फिर हम दूसरे एक हॉस्पिटल पर लेकर के वहाँ पे डॉक्टर को दिखाए. അവിടെ വെച്ച് അത് കൂടുവാനും वहाँ पर जाकर बीमारी फिर बढ़ने लगी. പെട്ടെന്ന് ദൈവസന്നിധിയിൽ പോകുവാനും കർത്താവ് അവിടുന്ന് ഇടയായി. फिर वो जल्दी ही वहाँ से परमेश्वर के उपस्थिति में जा पहुँचा. അവൻ മരിക്കുന്നതിൻ്റെ ഒരാഴ്ച ICU കിടന്ന സമയത്ത് തൻ്റെ സഹോദരിയെയും സഹോദരനെയും വിളിച്ചിട്ട് പറഞ്ഞു, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കണം. നമ്മുടെ അപ്പൻ എങ്ങനെയാണ് കർത്താവിൻ്റെ വേല ചെയ്തത് അതുപോലെ നിങ്ങളും ചെയ്യണമെന്ന് പറയാനിട്ടിടയായി. उसके मृत्यु के एक दिन पहले वो अपने भाई बहन को अपने पास बुलाकर इस प्रकार से कहा कि परमेश्वर की सेवा में तुमको आगे लेके जाना है, जो सेवा पिताजी ने हमें दिखाया है उसे हम आगे बढ़ाना है. നമുക്ക് വേറെ ഒന്നും വേണ്ട, നമ്മുടെ കർത്താവ് നമ്മളെ നോക്കിക്കോളും. അതുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന് പറഞ്ഞ രൂഫോസിനെ ആ ദിവസങ്ങളിൽ തന്നെ അവൻ ICU കിടക്കുന്ന സമയത്ത് തന്നെ പ്രാർത്ഥിച്ചിട്ട് ചെന്നൈയിലേക്ക് സേലത്തേക്ക് കടന്നു പോകാനിടയായി. तो जब वो ICU में था उसी वक्त ही अपने भाई रूफस को पास में बुलाकर सेवा के लिए उसको प्रोत्साहित करते हुए, उसके लिए प्रार्थना करते हुए चेन्नई में सैलम के वहाँ पर उसे सेवा के लिए भेजा उसने. അവൻ പോകുന്നതിന് മുമ്പായിട്ട് ചേട്ടായിയോട് ഇങ്ങനെ ചോദിച്ചു, ചേട്ടായി ഞാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്, ചേട്ടായിക്ക് വയ്യാതിരിക്കുവാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, നീ വരുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് കാണാം, അല്ലെങ്കിൽ നമുക്ക് നിത്യതയെ വെച്ച് കാണാമെന്ന് പറഞ്ഞു. जब वो जाने लगा तो उसने अपने भाई से पूछा कि मैं अगर यहाँ से चला जाऊँ तो आपकी तबीयत भी ठीक नहीं है, तो कैसा रहेगा मेरा जाना. तो लेकिन चिकू ने इस प्रकार से कहा कि तुम सेवा के लिए जाओ, जब तुम लौट आएंगे तो अगर मैं यहाँ रहूँगा तो हम मिल पाएंगे, नहीं तो हम परमेश्वर के उस अनंत उस नित्यता में हम उससे मिलेंगे. അങ്ങനെ വ്യാഴാഴ്ച വൈകിട്ട് അവൻ സ്ഥലത്തേക്ക് കടന്നുപോയി. അവിടെ ചെന്ന് 2 ദിവസത്തെ ശുശ്രൂഷ കഴിഞ്ഞ് ശനിയാഴ്ച സന്ധ്യ ആയപ്പോഴത്തേക്ക് അവൻ ചിക്കു ഇത് ലോകത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ കടന്നു പോകുന്നുള്ള വിവരം അറിയുവാനിടയായി. तो गुरुवार को वहाँ से निकल गया. 2 दिन के बाद जैसे शनिवार में पता चला कि उसकी तबीयत बहुत ज़्यादा ख़राब हो चुकी है और वो परमेश्वर के पास जा पहुँचा. അതിന് മുമ്പായിട്ട് ആശുപത്രി കിടന്ന സമയത്തൊക്കെയും ഒത്തിരി നേഴ്സുമാരും ഡോക്ടർമാരും അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാർ പേഷ്യൻസൊക്കെ വന്ന് അവൻ്റെ സന്നിധിയിൽ വന്ന് മുട്ടുകുത്തി ഇരുന്ന് കൊടുക്കും, പ്രാർത്ഥിക്കാൻ പറയും. അങ്ങനെ അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവർ സൗഖ്യം പ്രാപിക്കുന്നതായിട്ട് കാണുവാനായിട്ട് ഇടയായി. जब वो हॉस्पिटल में था तो उसके सामने बहुत सारे नर्सेज डॉक्टर्स आके उसके सामने घुटना टेक कर खड़े होते थे और उनके लिए वो प्रार्थना करता था और बहुत लोग चंगे होते थे.
അവന് 26-ാമത്തെ വയസ്സിൽ ദൈവസന്നിധിയിൽ കടന്നു പോകാൻ കർത്താവ് സഹായിച്ചു. वैसे जब वो 26 उम्र का था तो वो परमेश्वर के पास चला गया. ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഏറ്റവും വലിയൊരു ദുഃഖത്തിന് കാരണമായിരുന്നു. അതുപോലെ അവൻ ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളോട് എന്ത് കാര്യം ഉണ്ടെങ്കിലും മറച്ചു വെക്കുന്നൊരു സ്വഭാവമില്ലായിരുന്നു. എല്ലാം വന്ന് തുറന്നു പറയുമായിരുന്നു. हमारे जीवन में वो बहुत बड़ा दुख का कारण था. उसके जीवन में कोई बात छिपी नहीं रहती थी. कुछ भी होता था तो वो हमसे आके शेयर किया करता था. അത് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് അവൻ്റെ മരണത്തിൻ്റെ അന്നാണ്. അതുപോലെ ഒരു അടക്കം ലോകത്തിൽ ആർക്കും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് ഒരു അടക്കമായിരുന്നു അവന് കിട്ടിയത്. वो हमें पता चला उसे उसके फ्यूनरल सर्विस के दिन बहुत अच्छा एक फ्यूनरल सर्विस उससे मिला. पता नहीं दुनिया में ऐसा किसी को मिला होगा कि भी नहीं. उतना एक ब्लेसेड फ्यूनरल सर्विस उसको मिला. അവൻ്റെ മരണശേഷം സഹോദരിയും സഹോദരനും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും മോള് അമേരിക്കയിൽ 4 വർഷക്കാലം പഠിക്കുവാൻ കടന്നുപോയി. അവിടെ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു. उसके बाद में भाई बहन दोनों परमेश्वर की सेवा में निकले. बहन जो है वो अमेरिका में पढ़ने के लिए चली गई. वहाँ से उसने पढ़ाई प्राप्त किया. അതുപോലെ റൂഫോസ് ഓസ്ട്രേലിയയിൽ പോയി 3 വർഷക്കാലം പഠിക്കുവാൻ കർത്താവ് ഇടയാക്കി. वैसे ही रूफस ऑस्ट्रेलिया में जाकर पढ़ाई करने के लिए परमेश्वर ने उसे मौका दिया. ഇപ്പോൾ അവൻ ബോംബെയിലെ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. अभी वो बॉम्बे में परमेश्वर की सेवा कर रहा है. മകളും കുടുംബവും ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്. അവർ സന്തോഷത്തോടെ ആയിരിക്കുന്നു. बेटी परिवार भी अभी यहाँ पर आए हैं इंडिया में और बहुत ही खुश है वे लोग. എൻ്റെ പ്രിയപ്പെട്ടവരാണെങ്കിലും രോഗത്താൽ ഭാരപ്പെട്ട് 2 വർഷക്കാലം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ഭാരപ്പെടുകയും ചെയ്തിരുന്നു. हस्बैंड भी शारीरिक तौर से बीमार थे और बहुत सारी दिक्कतें उनके जीवन में भी आई थी. കർത്താവ് വിടുവിച്ചു. അങ്ങനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിപ്പാൻ കർത്താവ് സഹായിച്ചു. परमेश्वर ने छुटकारा दिया और परमेश्वर की सेवा में निकलने के लिए परमेश्वर ने वापस सहायता किया. ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും രോഗത്താൽ വളരെയധികം ഭാരപ്പെട്ടു. ഞാനും രോഗത്താൽ ഭാരപ്പെട്ട് വളരെയധികം കഷ്ടതകൾ കൂടി കടന്നു പോകാനിടയായി. अगर हमारे परिवार के बारे में कहा जाए तो परिवार के हर एक व्यक्ति लोग बीमार की अवस्था से गुजर चुके हैं. बहुत बुरी अवस्था से गुजर चुके हैं. ചിക്കുവിൻ്റെ മരണം കഴിഞ്ഞപ്പോഴത്തേക്ക് മാനസികമായിട്ട് തകർന്നു പോയ എനിക്ക് നല്ലൊരു നോർമലായി തീരുവാൻ കഴിയാതെ ഞാൻ ആകപ്പാടെ ഒരു വിഷമസന്ധിയിലായിരുന്നു. चिकू के मृत्यु के बाद में मानसिक तौर से मैं बहुत ही मेरा अवस्था बहुत ख़राब हो चुका था और मुझे वक्त लगा ठीक होने के लिए. 2017 നവംബർ ഡിസംബർ മാസങ്ങളിൽ പെട്ടെന്ന് ഞാൻ ബോധക്ഷയം ഉണ്ടായി ഹോസ്പിറ്റലിൽ കടന്നു പോകാൻ ഇടയായി. अचानक से ही मैं बेहोश होकर मुझे हॉस्पिटल में लेके जाना पड़ा. എനിക്ക് അതിനെപ്പറ്റി കറക്റ്റായിട്ട് ഒന്നും അറിയത്തില്ല. 1 വർഷക്കാലം ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടു. എനിക്ക് ആരെയും അറിയത്തില്ലായിരുന്നു. ആരുമായിട്ടുള്ള ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരോ അതിൻ്റെ ഹസ്ബൻഡോ കുഞ്ഞുങ്ങളെയോ അല്ല എനിക്ക് ഒരു മനുഷ്യരെ എനിക്ക് അറിയത്തില്ലായിരുന്നു. 1 വർഷക്കാലം ഞാൻ വളരെയധികം ഭാരപ്പെട്ടു. 1 साल तक मैं बहुत ही बुरी अवस्था से गुजरी. मैं किसी को पहचान नहीं पा रही थी मेरा हस्बैंड कौन है या मैं किसी भी व्यक्तियों को पहचान नहीं पा रही थी. वैसा 1 साल मेरे जीवन में ऐसा बीता. ആ രോഗത്തെപ്പറ്റി എന്നോട് ചോദിച്ചാൽ എനിക്കിപ്പോഴും അറിയത്തില്ല പറയാനായിട്ട്. അത് ഞാൻ പറയും, എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയും നിങ്ങൾ പറഞ്ഞാൽ മതി. എനിക്കറിയത്തില്ല ആ രോഗത്തെപ്പറ്റി എന്താ പറയേണ്ടെന്നോ എടുക്കേണ്ടെന്നോ എനിക്കിപ്പോഴും അതിനെപ്പറ്റി അറിയത്തില്ല. वो बीमारी के बारे में क्या हुआ था, मुझे कैसे था, मुझे अभी भी कुछ पता नहीं. मैं मेरे हस्बैंड से कहता हूँ कि आप ही वो बोलो मुझे क्या हुआ था, क्योंकि मैं नहीं जानती कि वो साल मेरे साथ क्या गुजरा था. ഞാൻ കാരിത്താസ് ഹോസ്പിറ്റലിലെ കുറച്ച് ദിവസം ഐസിയുലായിരുന്നെന്നും കുറച്ച് നാളുകൾ അവിടെ അഡ്മിറ്റ് ആയെന്നൊക്കെ ഇവർ പറയുന്ന ആ ഒരു അറിവല്ലാതെ എനിക്ക് അതിനെപ്പറ്റി യാതൊന്നും അറിയത്തില്ല. मैं कारितास हॉस्पिटल में एडमिट थी. वहाँ पर मेरा ट्रीटमेंट हुआ था. ये सब कुछ जब वो बताते हैं तो मुझे पता है. उसके अलावा मुझे वो कुछ भी याद नहीं है. मैं कुछ जानती भी नहीं हूँ. അങ്ങനെ 1 വർഷക്കാലം ആ 2017-18 വർഷത്തിൽ എനിക്ക് വളരെയധികം കഷ്ടതയിൽ കൂടി കടന്നു പോകാൻ ഇടയായെങ്കിലും സ്വർഗത്തിലെ ദൈവം എന്നെ ഇത്രത്തോളം കൊണ്ടുവരാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി. वैसे 2016, 17, 18 वो साल वगैरह मेरे जीवन से बहुत ही प्रतिकूल अवस्था से मुझे गुजरना पड़ा. लेकिन आज परमेश्वर मुझे यहाँ तक मुझे चलाया, मुझे पहुँचाया. ഇപ്പോൾ എനിക്ക് സംസാരിക്കുവാനും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഓർക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാ കാര്യങ്ങളും ഓർക്കുവാനുള്ള कृपा कर्ताव तन्नु. आमीन. अभी मुझे बीते दिनों को याद करने के लिए, पुराने सब बातों को याद करने के लिए मेरी मेमोरी को मुझे परमेश्वर ने वापस दिया. അങ്ങനെ ഞങ്ങളെ കുടുംബമായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് കണ്ട് സന്തോഷിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. वैसे परमेश्वर हमें परिवार के साथ परमेश्वर हमें भी स्वस्थ रखा है. परमेश्वर की बड़े कामों को, भलाइयों को देखने के लिए, अनुभव करने के लिए परमेश्वर ने हमें भला चंगा रखा है. അനുഭവങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് സമയം പോകും. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കാനിടയായി. എന്നാൽ കർത്താവ് അവിടെയെല്ലാം ഞങ്ങളെ
അനുഗ്രഹിച്ചു, ഞങ്ങളെ സഹായിച്ചു, ഞങ്ങൾക്ക് വേണ്ടതെല്ലാം തന്നു ഞങ്ങളെ ഇത്രത്തോളം നിർത്തിയ ദൈവത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. हमारे गवाहियाँ अगर बोलने लगूँ तो वो ख़त्म नहीं होगा, ऐसे बोलते रहने के लिए है. परमेश्वर को धन्यवाद देना चाहती हूँ. परमेश्वर ने आज तक हमें संभाला, जो भी हमें ज़रूरत था सब कुछ परमेश्वर ने हमें दिया और हमें अभी भी भला चंगा रखा है. ഇവിടെ കടന്നു വരുവാനും നിങ്ങളെല്ലാവരെയും കാണുവാനും കർത്താവ് ഞങ്ങളെ സഹായിച്ച കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. यहाँ पर आने के लिए और आप सभी से मिलने के लिए परमेश्वर ने सहायता किया, इसलिए परमेश्वर को मैं धन्यवाद देती हूँ. ഇവിടെയൊക്കെ ഇരിക്കുന്നവരെ കാണുമ്പോൾ ഞാൻ ഇവരെയൊക്കെ കണ്ടിട്ടുള്ളതുപോലെ എനിക്ക് തോന്നാറുണ്ട്. ഏതാണെന്നോ എന്താണെന്നോ എനിക്ക് അറിയത്തില്ല, എങ്കിലും ആരുടെയൊക്കെയോ മുഖങ്ങൾ എനിക്ക് നല്ല പരിചയമുള്ള മുഖങ്ങളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. यहाँ पर बैठ के जब आप लोग को देखती हूँ तो मुझे ऐसा लग रहा है कि मैं कहीं ना कहीं तो आप लोग को देखा है, कुछ लोग को मैं जानती हूँ, मुझे ऐसा लग रहा है, मुझे नहीं पता कहाँ मिले या कैसे. ഞങ്ങളെ ഓർത്ത് വീണ്ടും പ്രാർത്ഥിക്കണമേ, നിങ്ങളെല്ലാവരും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിർത്തും. हमारे लिए भी आप लोग प्रार्थना करते रहिए, मैं भी आप लोग के लिए प्रार्थना करते रहूँगी. इतना बोलकर गवाही को मैं रोकना चाहती हूँ. കർത്താവിൻ്റെ പരിശുദ്ധമായിരിക്കുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर के नाम की महिमा हो. അനുഗ്രഹീതമായിരിക്കുന്ന സാക്ഷ്യം കേൾക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. एक आशीषित गवाही सुनने के लिए परमेश्वर ने हमें सहायता किया. അതിനെ ആവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. उसे मैं दोहराना नहीं चाहता. ഞാൻ എൻ്റെ ബാല്യകാലം മുതൽ मेरे बचपन से ही ഞാനൊരു ആൾട്ടർ ബോയ് ആയിട്ട് ശുശ്രൂഷിപ്പാനിടയായി തീർന്നു. और ऑल्टर बॉय के तौर पे मैं सेवा करता रहा. ആ ഒരു ആത്മീയ നിലയിലാണ് ഞാൻ ജീവിച്ചു വരുവാനിടയായി തീർന്നത്. वैसी एक आत्मिक लेवल पर मेरा जीवन था. എൻ്റെ വിദ്യാഭ്യാസാനന്തരം पढ़ाई के बाद में ഞാൻ പള്ളിയുടെ പ്രധാന ശുശ്രൂഷകനായിട്ട് എന്നെ നിയമിപ്പാനിടയായി. उनके कैथलिक चर्च का एक बहुत बड़ा सेवक के तौर पर मुझे नियुक्त किया. അപ്പോൾ തന്നെ അവിടെ സുവിശേഷകനായി പ്രവർത്തിപ്പാനും കർത്താവ് സഹായിച്ചു. उधर ही एक सेवक के तौर पे काम करने के लिए परमेश्वर ने सहायता किया. ഇതിന്റെ നടുവിൽ ഞങ്ങളുടെ വിവാഹം നടക്കുവാനിടയായി. लेकिन उसके बीच में हमारी शादी हो गई. ഇങ്ങനെ ഈ വിശ്വാസാനുഭവത്തിലേക്ക് വരുവാനുള്ള പ്രധാനപ്പെട്ട കാരണം, विश्वास के अनुभव में आने का खास कारण, എൻ്റെ ജീവിതത്തിൽ 3 സൈക്യാട്രി ഡോക്ടേഴ്സിന്റെ ട്രീറ്റ്മെന്റ് എടുക്കാനിടയായി തീർന്നു. मेरे जीवन में 3 साइकियाट्रिक डॉक्टर्स का ट्रीटमेंट लेना पड़ा है. അവരുടെ ട്രീറ്റ്മെന്റ് കൊണ്ട് എനിക്ക് സമാധാനമോ സന്തോഷമോ അനുഭവിക്കാനിടയായി തീർന്നില്ല. उनके ट्रीटमेंट से मुझे ना खुशी ना आनंद मुझे मिला. എന്നാൽ ദൈവസന്നിധിയിൽ ഞങ്ങൾ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. लेकिन हम परमेश्वर की उपस्थिति में बैठकर उपवास करके प्रार्थना किया. ദൈവം അത്ഭുതകരമായ വിടുതൽ എൻ്റെ ജീവിതത്തിൽ നൽകുവാനിടയായി. परमेश्वर अद्भुत तौर से चंगाई मेरे जीवन में दिया. അങ്ങനെ ദൈവത്തെ രുചിച്ചറിയുവാൻ കർത്താവ് സഹായിച്ചു. वैसे परमेश्वर को छक कर जानने के लिए परमेश्वर ने सहायता അതാണ് എൻ്റെ വിശ്വാസ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. वो है मेरे जीवन का विश्वास में आने का महान कारण. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും വ്യക്തിപരമായി ദൈവത്തെ രുചിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. हम दोनों और हमारे बच्चे भी हम व्यक्तिगत तौर से परमेश्वर को छक कर जाना है. എൻ്റെ ഭാര്യ മുമ്പേ സാക്ഷ്യം പറയുവാനിടയായി. मेरी पत्नी ने थोड़ी देर पहले गवाही दिया. 2017 ഏപ്രിൽ മാസം 23-ാം തീയതി 2017 अप्रैल 23 तारीख को ഞായറാഴ്ച മരിച്ചവളെ പോലെ ആകുവാനിടയായി. संडे को मरी हुई एक स्त्री के समान वो बन गई. കോട്ടയം മെഡിക്കൽ സെന്ററിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോൾ बॉम्बे मेडिकल सेंटर पर ले जाकर जब उसका स्कैन करवाया गया, തലയ്ക്കകത്ത് ബ്ലീഡിംഗ് ആകുവാനിടയായി. सर के अंदर ब्रेन में ब्लीडिंग होने लगा. പെട്ടെന്ന് കാരിത്താസിലേക്ക് പോകുവാനും जल्दी से ही कालिदास हॉस्पिटल पर लेकर गए. അവിടെ 11 ദിവസം അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുവാനിടയായി. वहाँ पर 11 दिन वो अनकॉन्शियस में थी. കണ്ണു തുറക്കുവാനോ आँख खोलने के लिए भी, വെള്ളം കുടിക്കുവാനോ न पानी पीने के लिए, ആളുകളെ തിരിച്ചറിയുവാനോ न वो किसी को पहचान पाती थी. ഒന്നും കഴിയാതെ യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ മരിച്ചവളെ പോലെ ആയിരുന്നു അവസ്ഥ. कोई उम्मीद ही नहीं था. वैसे एक मरी हुई अवस्था पर वो हॉस्पिटल में थी. എന്നാൽ 11 ദിവസം കഴിഞ്ഞപ്പോൾ लेकिन 11 दिन के बाद കണ്ണു തുറന്നു, आंखें खुला, ഒരു സ്പൂൺ വെള്ളം കുടിച്ചു. एक चम्मच उसने पानी पिया. അങ്ങനെ അവിടെ നിന്ന് സൗഖ്യത്തിലേക്ക് വരുവാനിടയായി. वहां से वो चंगाई प्राप्त की. 1 മാസത്തിലധികം ആ ഹോസ്പിറ്റലിൽ ഒന്നും അറിയാത്തവളെ പോലെ ആയിരിക്കാനിടയായി. 1 महीना से अधिक वो उस हॉस्पिटल पर बिना कुछ जाने पहचाने वो उस हॉस्पिटल में ആ സമയങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്ന് ഓർമ്മ ഇന്നും ഇല്ല. उस हॉस्पिटल में क्या हुआ था अभी भी वो नहीं जानती है. അത്രമാത്രം വേദനകളിൽ കൂടെ കടന്നു പോകുവാനിടയായെങ്കിലും उतनी सारी दर्दों से उसे गुजरना पड़ा तो भी ഞങ്ങൾക്ക് ഒരുമിച്ച് ഇപ്പോൾ കർത്താവിന്റെ വേല ചെയ്യുവാൻ കർത്താവ് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. तो हमें एक साथ परमेश्वर की सेवा में परमेश्वर आज भी हमें इस्तेमाल कर रहा है.
ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. हम पारिवारिक तौर से परमेश्वर की सेवा में हैं. ഞങ്ങൾക്ക് കർത്താവ് ദാനമായി തന്ന കുഞ്ഞുങ്ങൾക്കും വിവിധ ഇടങ്ങളിൽ കർത്താവിനെ സേവിപ്പാനിടയായി തീർന്നു. हमें दिया हुआ बच्चों को भी परमेश्वर अलग अलग देशों में जाकर सेवा करने का मौका दे रहा है. ഇന്ന് ഇവിടെ കടന്നു വരുവാനും आज यहाँ पर आने के लिए भी കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടും ഇവിടെയുള്ളതായിരിക്കുന്ന എല്ലാ ദൈവമക്കളോടും ചേർന്ന് ദൈവത്തെ ആരാധിപ്പാനും परमेश्वर के दास और परिवार के साथ में और यहाँ के हर एक व्यक्तियों के साथ में आराधना करने के ദൈവമായ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ദയക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. परमेश्वर ने हमें सहायता किया, इसलिए परमेश्वर को मैं धन्यवाद देता हूँ. ദൈവസന്നിധിയിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട ദേവദാസനും കുടുംബത്തിനും परमेश्वर के दास और उनके परिवार को ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും और यहाँ पर जो मौजूद है हर एक विश्वासियों को കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. प्रभु यीशु मसीह के नाम से स्नेह वंदन. ഈ സമയത്ത് നമുക്കൊരു തിരുവെഴുത്തിന്റെ ഭാഗം വായിക്കാം. इस वक्त हम परमेश्वर के वचन की ओर जाएंगे. പ്രാരംഭമായി എബ്രായർക്ക് എഴുതിയ ലേഖനം इब्रानियों की पत्री 10-ാം അധ്യായം 10वीं आयत അതിന് 35-36 വാക്യങ്ങൾ പ്രാരംഭമായി വായിക്കാം. उसका 35 और 36 हम शुरुआत में पढ़ लेंगे. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു. हम इस प्रकार से वहां पर पढ़ते हैं. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. 10:35 इसलिए अपना हियाव न छोड़ो क्योंकि उसका प्रतिफल बड़ा है. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. क्योंकि तुम्हें धीरज धरना आवश्यक है, क्योंकि परमेश्वर की इच्छा को पूरी करके तुम प्रतिज्ञा का फल पाओ. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. क्योंकि अब बहुत ही थोड़े समय रह गया है कि जब आने वाला आएगा താമസിക്കുകയുമില്ല. और देर न करेगा. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. वो है हमारे जीवन की सबसे बड़ी आशीष. പ്രൈസ് ദി ലോർഡ്. 35-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. 35वां आयत में इस प्रकार से कहा है, അതുകൊണ്ട് इसलिए നിങ്ങളുടെ तुम्हारा മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം तुम्हारा जो प्रतिफल जो बड़ा है वैसा ही തള്ളിക്കളയരുത്. न छोड़ दो. നാം ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ हम जब परमेश्वर की उपस्थिति में है, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക്, प्रार्थना करने वाले परमेश्वर के बच्चों को, ആരാധിക്കുന്ന ദൈവമക്കൾക്ക്, आराधना करने वाले परमेश्वर के बच्चों ദൈവത്തെ को, അന്വേഷിക്കുന്ന ദൈവമക്കൾക്ക്, जो परमेश्वर को खोजते हैं वैसे परमेश्वर के बच्चों को, കർത്താവിന്റെ സാക്ഷികളാകുന്ന ദൈവമക്കൾക്ക്, परमेश्वर के गवाह बनने वाले परमेश्वर के बच्चों को, കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുന്നവർക്ക് परमेश्वर की महिमा सेवा करने वाले परमेश्वर के बच्चों ഉള്ള को പ്രതിഫലം മഹാപ്രതിഫലമാണ്. उनका प्रतिफल एक बड़ा प्रतिफल है. ഈ ലോകത്തിൽ നമ്മൾ ഒരു ജോലി ചെയ്താൽ इस दुनिया में अगर हम नौकरी करें ആ ജോലിക്ക് തക്ക പ്രതിഫലമുണ്ട്. तो उस नौकरी का एक तनख्वाह मिलता है. ഈ ലോകത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു इस दुनिया में हम कुछ भी करते हैं, അതിന് തക്ക ഒരു പ്രതിഫലമുണ്ട്. उसका एक उचित प्रतिफल है. അങ്ങനെയാണെങ്കിൽ अगर वैसा है तो ഈ ആകാശവും ഭൂമിയും ഇതിലുള്ള സകലത്തെയും സൃഷ്ടിച്ച സർവശക്തനായിരിക്കുന്ന ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവവൈതലിന് तो इस आकाश और पृथ्वी को बनाने वाला की सेवा करने वाला एक परमेश्वर के बच्चे को മഹാപ്രതിഫലമാണുള്ളത്. एक बहुत बड़ा प्रतिफल है. ഇവിടെ നമുക്ക് വലിയ പ്രതിഫലം ചിലപ്പോൾ ലഭിച്ചില്ലെന്ന് വരാം. यहाँ पर हमें शायद बड़ा प्रतिफल न मिले, ऐसा हो सकता है. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന നിലയിലുള്ള പ്രതിഫലം ലഭിച്ചില്ലെന്ന് വരാം. कभी हम जिस प्रकार से सोचते हैं वैसा प्रतिफल हमें इस दुनिया में न मिलती हो, സ്വർഗത്തിൽ നിലനിൽക്കുന്ന പ്രതിഫലമുണ്ട്. लेकिन स्वर्ग में हमेशा बनी रहने वाली प्रतिफल है. അതാണ് അപ്പോസ്തലൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. वो यहाँ पर पौलुस प्रेरित हमें दिखाती है. ഇബ്രായ ലേഖനത്തെ കുറിച്ച് നമ്മൾ പൊതുവായി പഠിക്കുമ്പോൾ इब्रानियों के बारे में अगर हम पढ़ाई करें, 13 അധ്യായങ്ങളുള്ളതായിരിക്കുന്ന ഈ ലേഖനത്തിന്റെ എഴുത്തുകാരൻ ആരാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല. 13 अध्याय है इसमें, इसका लेकिन लेखक कौन है करके स्पष्ट तौर से नहीं कहा गया है. എബ്രായക്കാരൻ എന്ന് പറഞ്ഞാൽ അക്കരക്കാരൻ എന്നാണ് അതിന്റെ അർത്ഥം. एब्रायर का मतलब कि एक दूसरे किनारे में रहने वाला, एक ऐसा मतलब है. നദി കടന്ന് വന്നവൻ എന്നാണ് അതിന്റെ പ്രധാനപ്പെട്ട അർത്ഥം. नदी को क्रॉस करके उस किनारे पहुंचने वाला, ऐसा एक मतलब है. അതിന്റെ പൊതുവായ കാര്യങ്ങളിലേക്ക് പോകുവാൻ നമുക്ക് സമയമില്ല. तो उसकी ज्यादा बताने के लिए समय नहीं है. നമുക്ക് മഹാപ്രതിഫലമുണ്ട്. हमें एक बहुत बड़ा प्रतिफल है. അവിശ്വാസമുള്ളവർ കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. विश्वास करने वाले परमेश्वर को स्तुति करें. ഞാൻ കർത്താവിനെ സേവിക്കുന്നതുകൊണ്ട് എനിക്ക് മഹാപ്രതിഫലമുണ്ട്. मैं परमेश्वर की सेवा करता हूँ इसलिए मुझे बहुत बड़ा प्रतिफल है. ഞാൻ ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്ന ഒരു ദൈവഭക്തനാണെങ്കിൽ എനിക്ക് കർത്താവിന്റെ അടുക്കൽ നിന്ന് മഹാപ്രതിഫലമുണ്ട്. मैं परमेश्वर के बीच में, मनुष्य के बीच में बिचवाई करने वाला एक व्यक्ति നമുക്ക് हूँ. ലഭിക്കുവാൻ പോകുന്നത് ഒരു സാധാരണ പ്രതിഫലമല്ല. हमें जो मिलने वाली है वो एक
साधारण प्रतिफल नहीं है। നമുക്ക് ലഭിക്കുവാൻ പോകുന്നത് ദൈവത്തിന് സ്തോത്രം ഒരു നിസ്സാരമായിരിക്കുന്ന ഒരു പ്രതിഫലമല്ല. हमें जो परमेश्वर की ओर से मिलती है वो एक साधारण प्रतिफल नहीं है। വേദപുസ്തകം പറയുന്നു മഹാപ്രതിഫലമാണ്. वचन कहता है कि वो बहुत बड़ा प्रतिफल है। അതുകൊണ്ട് നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. इसीलिए तुम लोग अपना हियाव न छोड़ो। ഇവിടെ നാം അതിന്റെ മേൽഭാഗത്ത് വായിക്കുന്നു അതുകൊണ്ട് എന്നാണ് ആ വാക്യം ആരംഭിക്കുന്നത്. वो वचन की शुरुआत भी ऐसा है कि इसलिए। ഇംഗ്ലീഷിലാണെങ്കിൽ therefore എന്നാണ് തുടങ്ങുന്നത്. इंग्लिश में therefore करके शुरू किया गया है। അതുകൊണ്ട് എന്ന് വാക്യം ആരംഭിക്കുന്നത് കൊണ്ട് अगर इसीलिए करके वहां पर वचन की शुरुआत की गई है। അതിന്റെ മുകളിൽ 34ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ उसके ऊपर 34 जब हम पढ़ते हैं അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ടെന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. क्योंकि तुम कैदियों के दुख में भी दुखी हुए और अपनी संपत्ति भी आनंद से लूटने दी, यह जानकर कि तुम्हारे पास एक और भी उत्तम और सर्वदा ठहरने वाली संपत्ति है। നാം ദൈവമക്കളായി തീർന്നത് കൊണ്ട് हम परमेश्वर के संतान बनने की वजह से ഇടുക്കവും ഞെരുക്കവും ഉള്ളതായിരിക്കുന്ന മാർഗത്തിലാണ് നാം. हमारी जो रास्ता है वो बहुत ही छोटा रास्ता है। ലോകക്കാർ പോകുന്ന പോലെ നമുക്ക് പോകുവാൻ സാധിക്കത്തില്ല. दुनिया वाले जैसे जीवन बिताते हैं हम वैसा जीवन नहीं बिता सकते। അവർ പറയുന്നത് പോലെ എല്ലാം നമുക്ക് പറയുവാൻ സാധിക്കത്തില്ല. वो जो बोलते हैं वैसा हम नहीं बोल सकते। അവർ കുടിക്കുന്നതെല്ലാം നമുക്ക് കുടിക്കാൻ സാധിക്കത്തില്ല. वो जो पीते हैं हम सब कुछ नहीं पी सकते। അവർ ഭക്ഷിക്കുന്നതെല്ലാം നമുക്ക് ഭക്ഷിക്കാൻ ഒക്കത്തില്ല. वो जो खाते हैं वो सब कुछ हम नहीं खा सकते। അവർ ചെയ്യുന്നത് പോലെ എല്ലാം നമുക്ക് ചെയ്യാൻ ഒക്കത്തില്ല. वो जो करते हैं वो सब कुछ हम नहीं कर सकते। നമുക്ക് ദൈവം ഒരു പ്രമാണം തന്നിട്ടുണ്ട്. हमें परमेश्वर ने एक कानून एक നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ഒരു കാഴ്ചപ്പാട് നമുക്ക് നൽകിയിട്ടുണ്ട്. हमारे अंदर परमेश्वर के बारे में एक नजरअंदाज परमेश्वर ने हमें दिया है। നിത്യതയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു ദൈവത്തിൽ ഒരു വെളിപ്പാട് ദൈവം നൽകിയിട്ടുണ്ട്. अनंत जीवन के लिए निकल पड़ने वाला परमेश्वर के संतानों को उसने प्रकाश ने दिया है। അതിനെ നമുക്ക് ലംഘിച്ചൊരിക്കലും മുമ്പോട്ട് പോകുവാൻ കഴിയത്തില്ല. उस वचन का उल्लंघन करते हुए हम आगे नहीं बढ़ सकते। ഇവിടെ നോക്കണ എബ്രായ ക്രിസ്ത്യാനികളുടെ പ്രത്യേകമായിരിക്കുന്ന ഒരു സംഭവം, यहाँ पर एक खास बात यह है അവർക്കുണ്ടായിരുന്ന സമ്പത്തുകൾ അപഹരിക്കപ്പെടുവാനിടയായി. उनकी संपत्ति भी जो है वो लूट लिया गया। പിതാക്കന്മാരാൽ അവർക്ക് ലഭിക്കുവാനുള്ളതായിരിക്കുന്ന അവകാശം അവർക്ക് കൊടുത്തില്ല. उनको पिता की ओर से जो मिलना था, पूर्वजों की ओर से वो संपत्ति उन्हें नहीं मिला। നിയമപ്രകാരം അവർ അനുഭവിക്കേണ്ടിയിരുന്ന യാതൊരു സ്വാതന്ത്ര്യവും അവർക്ക് അനുഭവിക്കുവാൻ കഴിയത്തില്ലായിരുന്നു. नियम के अनुसार जो उन्हें मिलना चाहिए था वो धन संपत्ति भी वो प्राप्त नहीं कर पाए। ഈ അനുഭവങ്ങളിൽ കൂടെ മുമ്പോട്ട് വന്നതായിരിക്കുന്ന ദൈവജനത്തെ ദൈവാത്മാവ് അപ്പോസ്തലൻ കൂടെ പ്രബോധിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് മഹാപ്രതിഫലമുണ്ട്. ऐसा अनुभवों से आने वाले परमेश्वर के संतानों को देखकर पौलुस इस प्रकार से कहता है कि तुम्हें सर्वदा ठहरने वाली एक प्रतिफल है। കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ദൈവമക്കളായിരിക്കുന്ന നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം, परमेश्वर की सेवा के लिए निकले हुए हर एक परमेश्वर के संतानों को ये बात समझ आना चाहिए। ചിലപ്പോൾ നിന്ദകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം, हो सकता है कि हमारे जीवन में निंदा आएगी, കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം, हमारे जीवन में कष्ट आ सकती है, നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം, नष्ट हमारे जीवन में हो सकती है, അപമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. अपमानित किए जा सकते हैं, അപവാദങ്ങളെ കുറിച്ച് നമ്മളെ കുറിച്ച് അപവാദം പറഞ്ഞെന്ന് വരാം. हमारे बारे में बहुत सारी बुरी भली बातें कहेंगे, ന്യായമായി നമുക്ക് അനുഭവിക്കുവാനുള്ളതായിരിക്കുന്ന നന്മകൾ ചോർത്തിക്കളഞ്ഞെന്ന് വരാം. नियम के तौर से हमें जो प्राप्त करना चाहिए वैसे कुछ धन संपत्ति वो सब हमारे जीवन से लूट लिए जा सकते हैं। ഇതൊന്നും നമുക്ക് മാനുഷികമായി സന്തോഷം ലഭിക്കുന്നതല്ല. लेकिन ये सारी चीजें हमें मानसिक तौर से आनंद देने वाली बात नहीं है। എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു ഇത് മഹാപ്രതിഫലത്തിന് വേണ്ടിയുള്ളതാണ്. लेकिन पवित्र आत्मा कहते हैं कि ये हमारे लिए बहुत बड़ा प्रतिफल का कारण है। ആദിമ വിശുദ്ധന്മാർ അവർക്ക് ലഭിക്കുവാനുള്ളതായിരിക്കുന്ന സകലവും നഷ്ടപ്പെട്ടിട്ടും ഈ മഹാപ്രതിഫലമുള്ളതായിരിക്കുന്ന ധൈര്യം അവർ തള്ളിക്കളഞ്ഞില്ല. पहले सदी के अभिषिक्त लोग ये सारे चीजों को नष्ट होने के बावजूद भी उन्हें जो मिलने वाली प्रतिफल था उसको उन्होंने नष्ट होने नहीं दिया। നമ്മളെ പ്രകാരമായിരിക്കുന്നു. हम किस प्रकार से अपना जीवन बिता ഇന്ന് रहे നമ്മുടെ हैं? ജീവിതത്തിൽ നഷ്ടങ്ങൾ വന്നിട്ടുണ്ടോ? क्या हमारे जीवन में नष्ट आया है? കഷ്ടങ്ങൾ വന്നിട്ടുണ്ടോ? क्या कष्ट आई है? പ്രതികൂലങ്ങൾ വന്നിട്ടുണ്ടോ? क्या प्रतिकूल आती है? പ്രയാസങ്ങൾ വന്നിട്ടുണ്ടോ? क्या मुसीबतें आती है? രോഗിയായിരിക്കുന്നു. क्या हम बीमार है? ഇതിന്റെ എല്ലാ നടുവിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വിഷയം, നമുക്കൊരു മഹാപ്രതിഫലമുണ്ട്. ये सब के बीच में हमें जो स्मरण रखना चाहिए वो बात यह है कि हमारे लिए एक बहुत बड़ा प्रतिफल है। വിശ്വാസികളുടെ പിതാവായിരിക്കുന്ന അബ്രഹാം विश्वासियों का पिता जो अब्राहम
തന്നെ ദൈവത്തിന്റെ വിളി കേട്ട് ചോദ്യം ചെയ്യാതെ ഇറങ്ങി തിരിച്ചു. उसने परमेश्वर की आवाज को सुनकर बिना सवाल उठाए वो निकल पड़ा. അങ്ങനെ ഇറങ്ങി തിരിച്ച് അബ്രഹാമിനെ വിളിച്ചിട്ട് യഹോവയായിരിക്കുന്ന ദൈവം പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. वैसे निकलने वाला अब्राहम को बुलाकर परमेश्वर कहता है कि मैं तेरे लिए ढाल बनकर और तेरे लिए बहुत बड़ा प्रतिफल बनकर हूँ. ലേഖനങ്ങൾ നാം പഠിക്കുമ്പോൾ जब हम पत्रियां पढ़ते हैं, അബ്രഹാമിനോടുള്ളതായിരിക്കുന്ന വാഗ്ദത്തം अब्राहम के साथ किया हुआ वादा है, നമുക്കും അവകാശമാണ്. वो सारी प्रतिज्ञाएं हमारे लिए भी है. ഇന്ന് ഈ ആലയത്തിൽ കടന്നു വന്ന ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഓരോ ദൈവവൈതലിനും ഈ വാഗ്ദത്തം അവകാശമാണ്. परमेश्वर की उपस्थिति में आज आकर आराधना करने वाले हर एक व्यक्तियों के जीवन में भी अब्राहम के साथ किया हुआ प्रतिज्ञाएं वो आपके लिए भी है. എന്താണ് ആ വാഗ്ദത്തം? क्या है वो प्रतिज्ञा? ഞാൻ നിന്റെ പരിചയമാണ്. मैं तेरा ढाल हूँ. എന്താണ് പരിചയയുടെ ഉദ്ദേശം? क्या है उसका मकसद? പരിചയയുടെ ഉപയോഗം എന്താണ്? इस ढाल का इस्तेमाल कैसा क्या क्यों करते हैं? ശത്രുവിന്റെ വാളിനെ തടഞ്ഞു രക്ഷിക്കുന്നതാണ് പരിചയ. शत्रु के उस तलवार से छुड़ाना है उस ढाल का काम. അങ്ങനെയാണെങ്കിൽ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന ഓരോ ദൈവമക്കളെയും രക്ഷിക്കുന്ന വീരൻ പരിചയായി നമുക്ക് ചുറ്റിലുമുണ്ട്. अगर ऐसा है तो आज यहाँ पर बैठे हुए हर एक विश्वासियों के सामने जब शत्रु आती है तो उसे छुड़ाने का ढाल हमारा परमेश्वर हमारे साथ है. നാം യാത്ര ചെയ്യുമ്പോൾ, जब हम यात्रा करते हैं, നാം ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ, जब हम सेवा के लिए खड़े होते നാം हैं, ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ, हम जब उपवास और प्रार्थना करते हैं, ജോലിക്കായി കടന്നു പോകുമ്പോൾ, जब हम नौकरी के लिए चले जाते हैं, അവിടെ പടിയിരിക്കുന്ന ശത്രുവിന്റെ കയ്യിൽ നമ്മെ രക്ഷിക്കുന്നത് യഹോവയായിരിക്കുന്ന ദൈവമായ പരിചയാണ്. वहां पर छिपकर बैठने वाले शत्रुओं से जो हमें बचाती है वो हमारा परमेश्वर रूपी ढाल है. ബഹുസമ്പന്നനായിരിക്കുന്ന അബ്രഹാം बहुत ही संपत्ति था अब्राहम, തന്റെ ഭാര്യയോടുകൂടെ, अपनी पत्नी के തന്റെ साथ, മക്കളോടുകൂടെ, अपने बच्चों के साथ, തന്റെ ബഹുസമ്പത്തോടുകൂടെ अपनी सारी संपत्ति के യാത്ര साथ ചെയ്തു പോകുമ്പോൾ वो जब यात्रा करके जा रहा था, അതിന്റെ നടുവിൽ പ്രത്യക്ഷപ്പെട്ട സർവശക്തൻ അബ്രഹാമിനോട് പറയുകയാണ്, ഞാൻ നിന്റെ പരിചയാണ്. उसके बीच में प्रकट होने वाला परमेश्वर उसे कहता है कि मैं तेरा ढाल हूँ. ശ്രദ്ധിക്കണമേ, ध्यान से सुने, താൻ സ്വന്തം ദേശം വിട്ടു, वो अपना देश खुद का തന്റെ देश छोड़ दिया, പിതൃഭവനം വിട്ടു, अपना पितृ भवन छोड़ दिया, ചാർച്ചക്കാരെ വിട്ടു, अपने बंधु मित्रों को छोड़ दिया. എവിടേക്കെന്നറിയാതെ कहाँ जाना है उसे पता भी नहीं. ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് അവൻ പുറപ്പെട്ടു. परमेश्वर दिखाने वाला उस देश के लिए वो निकल पड़ा. യഹോവയാം ദൈവം പറയുന്നു, ഞാനാണ് നിന്റെ മഹാപ്രതിഫലം. यहोवा परमेश्वर कहता है कि मैं तेरा बहुत बड़ा प्रतिफल हूँ. ഇന്ന് ഈ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്ന ഓരോ ദൈവമക്കളും ഓർത്തിരിക്കണം, നമുക്കൊരു മഹാപ്രതിഫലമുണ്ട്. यहाँ पर बैठने वाले हर एक विश्वासी स्मरण रखे कि हमारे लिए एक बहुत बड़ा प्रतिफल है. നമുക്കൊരു മഹാപ്രതിഫലമുണ്ട്. हमारे लिए एक बहुत बड़ा प्रतिफल है. വെള്ളത്തിൽ വരയ്ക്കുന്നത് പോലെയുള്ള ഒരു അനുഭവമല്ല ഇത്. पानी में जैसा लकीर खींचा जाता है वैसा अनुभव नहीं है ये. വായുവിൽ മുട്ടി ചുരുട്ടി ഇടിക്കുന്ന ഒരു അനുഭവമല്ല ഇത്. हवे में मुक्के मारने जैसा अनुभव नहीं है നാം ये. ചെയ്യുന്ന ഓരോന്നും നമുക്ക് വേണ്ടി കുറിച്ചു വെക്കുന്ന ഒരു ദൈവമാണ്. हम करने वाला हर एक चीजों को वो स्मरण करके लिख के ആ रखने वाला. ദൈവമാണ് വാഗ്ദത്തം ചെയ്തത്, നിങ്ങൾക്ക് മഹാപ്രതിഫലമുണ്ട്. वही परमेश्वर ने हमें प्रतिज्ञा किया है कि तुम्हारे लिए बहुत बड़ा प्रतिफल മൂക്കിൽ है. നിന്ന് ശ്വാസമുള്ളതായിരിക്കുന്ന ഒരു സാധാരണ മനുഷ്യന്റെ വാക്കല്ലിത്. ये साधारण एक व्यक्ति का एक प्रतिज्ञा नहीं है ये. ആകാശവും ഭൂമിയും സമുദ്രവും അതിലുള്ളതായിരിക്കുന്ന സകലത്തെയും വാക്കിനാൽ വിളിച്ചു വരുത്തിയ സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ വാക്കാണ്. ये आकाश और पृथ्वी की सृष्टि करने वाला और उसमें जो कुछ है सबकी रचना करने वाला उस महान परमेश्वर की प्रतिज्ञा है ये. നമ്മുടെ കർത്താവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, हमारे परमेश्वर ने ऐसे पुकार कर कहा, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, आकाश और भूमि टल जाएगी ദൈവത്തിന്റെ വചനമോ നിലനിൽക്കും. लेकिन परमेश्वर की वचन सर्वदा बनी रहेगी. അപ്പോസ്തലനായ പൗലോസ് ആത്മാവിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, प्रेरित पौलुस ने आत्मा में इस प्रकार से कहा, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും ഉവ്വേ എന്ന് മാത്രമാണ്. परमेश्वर की वादाएं हाँ की हाँ है. ഇവിടെ ആയിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, यहाँ पर बैठने वाले परमेश्वर के बच्चों, നിങ്ങൾക്ക് ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ अगर परमेश्वर ने आपको एक प्रतिज्ञा दिया അത് है ഉവ്വേ എന്ന് മാത്രമാണ്. तो उसकी बातें हाँ की हाँ है. ആ നിശ്ചയമായിട്ട് വാഗ്ദത്തം
വാഗ്ദത്തം പ്രാപിക്കും. और दृढ़ निश्चय तौर से उस प्रतिज्ञाओं को हम प्राप्त ആ करेंगे। വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതാണ്. वो प्रतिज्ञा आपके लिए और हर एक व्यक्तियों के लिए है। അത് പരിശുദ്ധാത്മാവ് നൽകിയ വാഗ്ദത്തമാണ്. वो पवित्र आत्मा के द्वारा मिला हुआ प्रतिज्ञा എന്ത് है। വാഗ്ദത്തമാണ് നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്നത്? क्या प्रतिज्ञा है जो परमेश्वर ने हमें दिया है? ആ വാഗ്ദത്തം നിശ്ചയമായിട്ടും പ്രാപിപ്പാനിടയായി തീരും. वो प्रतिज्ञा हम निश्चय तौर से हम प्राप्त करेंगे। നാം വായിച്ച ഭാഗത്തിലേക്ക് വീണ്ടും നമുക്ക് മടങ്ങി വരാം. हम पढ़े हुए वचन की ओर हम लौट आते हैं। സ്തോത്രം. നിങ്ങൾ പ്രതിഫലം ഉള്ളത് കൊണ്ട് നിങ്ങളുടെ ധൈര്യം എന്ത് ചെയ്യരുത്, തള്ളിക്കളയരുത്. हमें प्रतिफल है इसलिए अपना हियाव मत छोड़ो। നമ്മളുടെ ജീവിതത്തിൽ ചില പ്രത്യേകമായിരിക്കുന്ന സന്ദർഭങ്ങളിൽ हमारे जीवन के कभी कुछ अवस्थाओं के बीच में നാം ക്ഷീണിക്കുന്ന അവസ്ഥയുണ്ട്, हम थक जाते हैं, वैसी अवस्था തളർന്നു आती പോകുന്ന है। അവസ്ഥയുണ്ട്. हम कमजोर पड़ जाते हैं, वैसी अवस्था आती है। നമ്മളെക്കാൾ വലിയ ഒരു മനുഷ്യനായിരുന്നു ഏലിയാവ്. हमसे भी बहुत बड़ा व्यक्ति था एलिया। പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കിയവൻ, प्रार्थना करके स्वर्ग में से अग्नि को उतारने वाला, പ്രാർത്ഥിച്ച് മഴയെ നിർത്തിയവൻ, प्रार्थना करके बारिश को रोकने वाला, പ്രാർത്ഥിച്ച് മഴയെ പെയ്യിച്ചവൻ, प्रार्थना करके बारिश को बरसाने वाला, ബാലിന്റെയും അശേരയും പ്രവാചകന്മാരെ വെല്ലുവിളിച്ചവൻ, बाल और अशेर के भविष्यवक्ताओं को मार डालने वाला। ഒറ്റ സ്ത്രീയുടെ വാക്കിന്റെ മുമ്പിൽ लेकिन एक स्त्री के शब्द के सामने താൻ ചൂരച്ചെടിയുടെ ചുവട്ടിലേക്ക് മാറുവാനിടയായി. वो जाकर छुप कर बैठ गया। എനിക്ക് മരിച്ചാൽ മതിയെന്ന് അദ്ദേഹം പറയുവാനിടയായി. मुझे मरना ही काफी है, ऐसा तक बोला। അത്രമാത്രം നിരാശപ്പെടുന്ന അവസ്ഥയിലേക്ക് ആ വലിയ ദൈവമനുഷ്യൻ മാറുവാനിടയായി. उतना गहरी निराशा में वो महान मनुष्य उतर गया। അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്. इसीलिए वचन कहते हैं कि हम भी एलिया के समान एक मनुष्य है। പലപ്പോഴും പിശാച് നമ്മെ ക്ഷീണിപ്പിക്കുമ്പോൾ कई बार जब शैतान हमें थकाने की कोशिश നമ്മളുടെ करता ജീവിതത്തിൽ है, ഉണ്ടാകുന്നതായിരിക്കുന്ന അനുഭവങ്ങൾ ചിലപ്പോൾ നമ്മളെ ക്ഷീണിപ്പിക്കുമ്പോൾ हमारे जीवन में होने वाले अनुभव जब हमें कमजोर बना देती है, പരിശുദ്ധാത്മാവ് പറയുന്നു ഞാൻ നിങ്ങളെ ശക്തിപ്പെടുത്തും. पवित्र आत्मा कहता है कि मैं तुझे बलवंत करूंगा। നാം ക്ഷീണിച്ചിരിക്കുവാനുള്ളവരല്ല, हम थक कर बैठने वाले नहीं हैं, നാം തളർന്നിരിക്കുവാനുള്ളവരല്ല, हम कमजोर होकर बैठने के लिए നാം नहीं हैं। കർത്താവിന് വേണ്ടി ശക്തിയോടെ പ്രയോജനപ്പെടേണ്ടിവരാണ്. हम परमेश्वर के लिए सामर्थ्य तौर से इस्तेमाल होने के लिए हमें बुलाया है। നാം ഓരോരുത്തരും ഓർത്തിരിക്കണം. हम हर एक व्यक्ति ये याद रखे। ഒരിക്കൽ പൗലോസ് ലേഖനത്തിൽ കൂടെ ഇങ്ങനെ നമ്മെ ഓർപ്പിച്ചു, एक बार पौलुस ने अपनी पत्रिका से इस प्रकार से हमें याद ഞങ്ങൾ दिलाया, ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. हम परमेश्वर के सहकर्मी हैं। ഇവിടെ ദൈവദാസന്മാർ നിൽക്കുമ്പോൾ, जब यहाँ पर परमेश्वर के दास लोग खड़े होते हैं, സുവിശേഷവുമായി കടന്നു പോകുമ്പോൾ, जब वे सुसमाचार को लेकर जाते हैं, കർത്താവിന്റെ നാമത്തെ ഉയർത്തുമ്പോൾ, जब वे यीशु के नाम को ऊंचा उठाते ആത്മാക്കളുടെ हैं, രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, आत्मा की रक्षा के लिए जब वे काम करते ആത്മാക്കളെ हैं, നിലനിർത്തുവാൻ അത്യധ്വാനം ചെയ്യുമ്പോൾ, एक एक आत्माओं को खड़ा कराने के लिए जब वे प्रयत्न ത്യാഗങ്ങൾ करते हैं, സഹിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ, जब वे अपने जीवन के सैक्रिफाइसेस को करते हुए നാം जब वे ഓരോരുത്തരും परमेश्वर के लिए ഓർത്തിരിക്കണം. जीते हैं, तो हम में से हर एक व्यक्ति ये याद रखे, നമ്മിലാരും ഒറ്റയ്ക്കല്ല. हम में से कोई भी व्यक्ति अकेला नहीं ഇന്നിവിടെ है। ഇരിക്കുന്നവരിൽ ആർക്കെങ്കിലും ഒരു ചിന്തയുണ്ടോ, यहाँ पर बैठने वाला कोई व्यक्ति का अगर ऐसा सोच है ഞാൻ ഏകനാണ്, कि मैं अकेला हूँ, എനിക്കൊരു ആശ്വാസം തരുവാൻ ആരുമില്ല, मेरे को सांत्वना देने के लिए कोई नहीं है, എനിക്കൊരു കൈത്താങ്ങൽ തരുവാൻ ആരുമില്ല, मेरा हाथ पकड़ने के लिए कोई नहीं है, ഞാൻ എങ്ങനെ ഒന്ന് പ്രത്യാശിക്കും, मैं कैसे उम्मीद रखूंगा, ഞാൻ എങ്ങനെ ഒന്ന് ധൈര്യപ്പെടും? मैं कैसे हियाव रखूंगा। ഓർക്കണമേ, ये याद रखो, അത് ദൈവികമായ ചിന്തയല്ല, वो परमेश्वर की ओर से आने वाली चिंता नहीं അത് है, തളർത്തിക്കളയുന്ന പൈശാചിക ചിന്തയാണ്. वो आपको कमजोर बनाने वाली शैतान की चिंता है। സർവശക്തനായ ദൈവം പൗലോസിൽ കൂടെ പറഞ്ഞു, सर्वशक्तिमान पौलुस ने वचन से ഞങ്ങൾ कहा, ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. हम प्रभु के सहकर्मी हैं। കർത്താവിന്റെ സന്നിധി മുഴങ്കാലുകളെ മടക്കുന്ന, परमेश्वर की उपस्थिति में अपने घुटनों को टिकाने वाला, കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്ന परमेश्वर के नाम के लिए खड़े होने वाला, ഓരോ ദൈവമക്കളുമേ, हर एक संतानों के ऊपर നിങ്ങൾ തനിയെയല്ല നിൽക്കുന്നത്, आप अकेले नहीं खड़े हो, നിങ്ങളോട് കൂടെ മറ്റൊരുവനുണ്ട്. आपके साथ एक और व्यक्ति है, അവനാണ് കർത്താവായ യേശു ക്രിസ്തു. वो है प्रभु यीशु मसीह। അവനെ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുമ്പോൾ उसके नाम को जब उठा के हम जीवन അവൻ बिताते നമ്മോട് हैं, കൂടെ നിൽക്കുന്നവനാണ്. तो वो हमारे साथ खड़े होने നാം वाला അവന്റെ है, മറവിലാണ് നിൽക്കുന്നത്. वो हमारे साथ खड़े होने वाला है। നമ്മെയല്ല ലോകം കാണേണ്ടത്, हमें नहीं दुनिया देखनी നമ്മോട് चाहिए, കൂടെയുള്ള കർത്താവിലേക്കാണ് വന്നയാകണം. हमारे साथ जो यीशु मसीह है, उस यीशु मसीह को दुनिया हमारे द्वारा देखने पाए। നാം ഒരു രോഗിയുടെ മേൽ കൈവച്ചാൽ हम एक बीमारी के हाथ में हाथ നമ്മുടെ रखें, കൈയേക്കാൾ വലിയവന്റെ കൈ അതിന്റെ കൂടെയുണ്ട്. हमारे हाथ से बड़ा जो परमेश्वर का हाथ है, वो ना- हमारे
हमारे साथ है। നാം ഒരുവന്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ हम एक व्यक्ति की चंगाई के लिए प्रार्थना करें നമ്മോട് കൂടെ അവന്റെ ശബ്ദമാണ് പുറപ്പെടുന്നത്. तो हमारे साथ परमेश्वर की शक्ति जो है वो व्यापार करती है। നാം ഒരുവനെ ബലപ്പെടുത്തുവാൻ ഇറങ്ങിച്ചെന്നാൽ हम एक व्यक्ति को बलवंत करने के लिए जब അവനാണ് നമ്മോട് കൂടെ ഇരുന്നവനെ ബലപ്പെടുത്തുവാനിടയായി തീരുന്നത്. तो वो प्रभु यीशु मसीह हमारे द्वारा उन्हें बलवंत करती है। അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, इसीलिए पौलुस ने कहा, എനിക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാനിട വരരുത്. क्योंकि मुझे प्रभु यीशु मसीह के क्रूस के बिना मुझे घमंड പ്രശംസിച്ചെന്ന് വരാം. हमें लोग हो सकता है कि हमारी प्रशंसा करे, എന്നാൽ പ്രശംസയെല്ലാം നമ്മുടെ കർത്താവിനാണ്. लेकिन सारी प्रशंसा महिमा केवल हमारे प्रभु അതുകൊണ്ട് ഈ यीशु പകൽ मसीह को। ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവവൈതലേ, इसीलिए अभी जो परमेश्वर की उपस्थिति में है, जो परमेश्वर के ഈ संतान है, ദേശത്തിന്റെ നടുവിൽ ദൈവത്തിനായിട്ട് ഒരു കൂട്ടത്തെ വിളിച്ച് വേർതിരിച്ച സർവശക്തനായിരിക്കുന്ന ദൈവം इस देश में हमें बुलाकर अलग किया हुआ वो परमेश्वर നിങ്ങളോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. आपके साथ रहने वाला परमेश्वर है। നമ്മിൽ ആരെയും ദൈവം ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല. हम में से किसी को भी परमेश्वर ने अकेला नहीं ഒരു छोड़ा കൂട്ടു है। വിശ്വാസി ചിലപ്പോൾ നമ്മുടെ കൂടെ ഇല്ലെന്ന് വരാം. हो सकता है कि हमारे एक सहकर्मी विश्वासी हमारे साथ ना हो। ഒരു ദൈവദാസൻ ചിലപ്പോൾ നമ്മുടെ കൂടെ ഇല്ലെന്ന് വരാം. हो सकता है कि परमेश्वर का दास आज हमारे साथ ना हो। ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഉള്ള ഒരുവനുണ്ട്. हमें दुनिया के अंत तक हमेशा हमारे साथ रहने वाला एक प्रभु यीशु मसीह हमारे साथ है। അങ്ങനെ കൂടെ ഇരിക്കാൻ ലോകത്തിൽ ആർക്കും സാധ്യമല്ല. ऐसा साथ में रहने के दुनिया में कोई और से संभव नहीं है। ആ കർത്താവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. उस यीशु मसीह को दर्शाते हुए पौलुस प्रेरित कहता है कि हम यीशु मसीह के सहकर्मी लोग हैं। ദൈവസന്നിധിയിലായിരിക്കുന്ന ഓരോ ദൈവമക്കളും ഒരു ഉറപ്പ് പ്രാപിക്കണം. परमेश्वर के साथ जीने वाले हर एक व्यक्ति इस बात का निश्चय कर ले। ഈ പട്ടണത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ, जब हम इस नगर पर रहते हैं, ഭവനത്തിൽ കൂട്ടായ്മകൾ നടക്കുമ്പോൾ, जब घर के अंदर मीटिंग्स प्रार्थना ആലയത്തിൽ ആരാധന നടക്കുമ്പോൾ, जब कलीसिया के अंदर आराधना ഞാൻ होती है, ഒറ്റയ്ക്കല്ല, मैं अकेला नहीं എന്റെ हूँ। കർത്താവ് എന്റെ കൂടെയുണ്ട്. मेरा प्रभु यीशु मसीह मेरे साथ है। എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട്. मेरा प्रभु मेरे साथ है। യേശു ജനിക്കുന്നതിന് മുമ്പേ यीशु मसीह के जन्म होने से पहले അവനെ ही കുറിച്ച് പറഞ്ഞത് അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം. उसके बारे में कहा गया कि उसे इम्मानुएल യേശു नाम മനുഷ്യനായിട്ട് ഈ देना। ലോകത്തിന് വരുന്നതിന് മുമ്പേ यीशु मसीह मानुषिक रूप धारण करके दुनिया में आने से അവന്റെ पहले പേര് ഇമ്മാനുവേൽ എന്നാണ്. उसका नाम इम्मानुएल था। എന്താണ് ഇമ്മാനുവേലിന്റെ അർത്ഥം? क्या है इम्मानुएल का मतलब? ദൈവം നമ്മോട് കൂടെ. परमेश्वर हमारे साथ ആ साथ। ഉറപ്പുള്ള ദൈവമക്കൾ കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. आमेन। जिसको विश्वास से परमेश्वर की स्तुति करे, ഇന്നും അവൻ നമ്മോട് കൂടെയുണ്ട്. आज भी वो हमारे साथ है। അവൻ കിടക്കയിൽ നമ്മോട് കൂടെയുണ്ട്. वो हमारे साथ है। വഴി നടക്കുമ്പോൾ നമ്മോട് കൂടെയുണ്ട്. जब हम रास्ते में जाते हैं तो നാം हमारे ഇരിക്കുമ്പോൾ राहों पर वो നമ്മോട് है। കൂടെയുണ്ട്. हम जब बैठते हैं तो हमारे साथ है। സമയഭേദം കൂടാതെ എപ്പോഴും നമ്മോട് കൂടെയുള്ള ഒരുവനുണ്ടെങ്കിൽ वो सदा सर्वदा जो हमारे साथ अगर वो बनी रहे ഈ तो വലിയവനായിരിക്കുന്ന കർത്താവ് മാത്രമേ ഉള്ളൂ. केवल वही परमेश्वर ही हमारे साथ है। ഈ ദൈവമാണ് നമുക്ക് മഹാപ്രതിഫലം തരുന്നത്. ये परमेश्वर हमें बड़ा प्रतिफल देता है। അവൻ നൽകിയിരിക്കുന്ന വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ वो दिया हुआ प्रतिज्ञा को प्राप्त करना है तो 36ാമത്തെ വാക്യം പറയുന്നു, 36 वर्ष कहता है സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. हमें धीरज धरना आवश्यक है। സഹിഷ്ണുതയില്ലാതെ ആർക്കും ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സാധ്യമല്ല. अगर हम धीरज नहीं रखेंगे तो हम मसीह जीवन नहीं बिता सकते। ഇയ്യോബിന്റെ പുസ്തകമാണ് പാസ്റ്റർ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. जॉब की किताब जो है अय्यूब का पुस्तक से पास्टर हमें सिखा रहे हैं। ഇയ്യോബ് ബഹു സമ്പന്നനായിരുന്നു. अय्यूब जो था वो बहुत बड़ा धन संपत्ति रखने वाला അതെല്ലാം था। പാസ്റ്റർ പഠിപ്പിച്ചു കഴിഞ്ഞു. वो ऑलरेडी वो सिखा चुके। എന്നാൽ ഓർക്കണം, ഇയ്യോബിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത് അവൻ കഷ്ടസമ്പൂർണനായ ക്രിസ്തുവിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. लेकिन वहां पर देख सकते हैं कि वो जो है वो यीशु मसीह जो संपूर्ण है उसे वो अपने जीवन के द्वारा दर्शाता है। വേദപുസ്തകത്തിന്റെ ഏത് പുസ്തകം നമ്മൾ പഠിച്ചാലും അതിനകത്തെല്ലാം കാണുന്നത് ഈ ക്രിസ്തുവിനെയാണ്. बाइबल का कोई भी पुस्तक आप पढ़ ले तो हम उसमें से क्रिस्तु को देख सकते, मसीह को हम देख सकते हैं। ഇയ്യോബിന്റെ കഷ്ടത എത്രമാത്രം വലിയതായിരുന്നു. अय्यूब का कष्ट कितना ही बड़ा था। വർണ്ണിപ്പാൻ
പ്രാപിപ്പാൻ കഴിയാത്ത നിലയിലുള്ള കഷ്ടതയാണ് തന്റെ ജീവിതത്തിൽ കൂടെ കടന്നുപോയത്. हम बोलकर उसे खत्म नहीं कर सकते, उतना बड़ा कष्टों से वो गुजरा. എന്നാൽ ഇന്ന് പ്രാരംഭത്തിൽ പാട്ട് വായിപ്പിച്ചതായിരിക്കുന്ന വാക്യം നിങ്ങൾ എത്ര ശ്രദ്ധിച്ചു? लेकिन आज हमने जो पढ़ा उस वचन में आपने ध्यान दिया. അവൻ കർത്താവിനോട് പറയുകയാണ്, നിനക്കൊന്നും അസാധ്യമല്ല. वो परमेश्वर से कहता है कि तेरे लिए कुछ भी നിന്റെ असंभव ഉദ്ദേശം नहीं है. ഒന്നും അസാധ്യമല്ല. तेरे से कुछ भी असंभव नहीं है. അങ്ങനെയെങ്കിൽ ദൈവമക്കളായിരിക്കുന്ന നാം ഓരോരുത്തരും ഓർക്കണം, अगर ऐसा है तो परमेश्वर के संतान हम में से हर एक लोग ये याद നമ്മുടെ रखें, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. हमारा परमेश्वर से कुछ भी असंभव नहीं അവന് है. അസാധ്യമായ ഒന്നിനെ കുറിച്ച് അവൻ വാഗ്ദത്തം തരത്തില്ല. असंभव वाली बातों को लेख कर वो प्रतिज्ञा नहीं कर सकता. ദൈവത്തിന് സകലവും സാധ്യമാണ്. परमेश्वर के लिए सब कुछ संभव है. ഗബ്രിയേൽ ദൂതൻ മുഖാന്തരം മറിയയ്ക്ക് ദൈവം വാഗ്ദത്തം കൊടുത്തു. गब्रिएल स्वर्गदूत उतरकर मरियम को एक प्रतिज्ञा दिया. ലോക ചരിത്രത്തിൽ ആ വാഗ്ദത്തം കേട്ട മറിയയ്ക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. वो इतिहास में या मरियम को सुनकर वो विश्वास नहीं कर पाई. അവൾ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? उसने पूछा कि यह कैसा संभव है. പ്രകൃതിക്ക് അങ്ങനെ ഒരു നിയമമില്ല. प्रकृति में एक ऐसा नियम है ही മനുഷ്യ नहीं. ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവമില്ല. मनुष्य के इतिहास में कैसी പിന്നെ घटना है എങ്ങനെ ही എന്റെ नहीं. ജീവിതത്തിൽ ഇത് സംഭവിക്കും? फिर मेरे जीवन में यह कैसा संभव है. എന്നാൽ കർത്താവിന് ഒരു മറുപടിയുണ്ട്. लेकिन परमेश्वर का एक जवाब है. പറഞ്ഞത് മറിയേ, ദൂതൻ പറഞ്ഞതല്ല, ഞാൻ ദൂതനെ കൊണ്ട് പറയിച്ചതാ. स्वर्गदूत ने अपने से नहीं कहा, लेकिन परमेश्वर ने उससे बुलवाया है. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. उस महान परमेश्वर की शक्ति तेरे ऊपर छाया करेगी. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. उस महान परमेश्वर की शक्ति तेरे तुझ पर छाया करेगी. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് എല്ലാത്തിനും മാനുഷിക ഉത്തരം കണ്ടെത്തുവാൻ കഴിയത്തില്ല. Amen. परमेश्वर के प्रतिफलों के सामने मानुषिक जवाब नहीं मिल सकती है. വാഗ്ദത്തങ്ങളിൽ ആരെങ്കിലും ഇന്ന് സംശയിച്ചിരിക്കുന്നുവെങ്കിൽ, अगर यहाँ पर कोई भी अपनी प्रतिज्ञाओं को लेकर कर कोई शंका में है, അതിന് നിവൃത്തിയാക്കുവാൻ കഴിവുള്ളവനാണ് വാഗ്ദത്തം തന്നത്. उसको पूरा करने के लिए जो सामर्थ रखता है वही परमेश्वर ने हमें प्रतिज्ञा दिया है. അതെങ്ങനെ എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമല്ല. वो कैसे पूरा होगा वो हमारी बात नहीं है. വാഗ്ദത്തം നൽകിയവനാണ് അതിന്റെ ഉത്തരവാദിത്വം. आमेन. जिसने हमें प्रतिज्ञा दिया है उसका उत्तरदायित्व है कि वो अपनी प्रतिज्ञा को पूरा അത് करे. പ്രാപിക്കും വരെയും സഹിഷ്ണുതയോടെ കാത്തിരിക്കണം. आमेन. वो प्राप्त करने तक हम धीरज धरना आवश्यक है. വാഗ്ദത്തത്തിന്റെ നിവൃത്തിയുടെ സമയം നമ്മുടെ ഭാഗമല്ല. हमें प्रतिज्ञा का फल प्राप्त करने का समय അത് निश्चय हम नहीं करते हैं. നിവൃത്തിയാകുവോളം സഹിഷ്ണുതയോടെ ഇരിക്കണം. वो प्राप्त करने तक हमें धीरज धर कर बैठना आवश्यक है. അത് ആ സഹിഷ്ണുത ഉണ്ടെങ്കിൽ മാത്രമേ വാഗ്ദത്തം പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. अगर हम धीरज धर सकते हैं तो ही हम उस प्रतिज्ञा को प्राप्त कर सकते हैं. മറിയയുടെ ജീവിതത്തിലെ സഹിഷ്ണുത എത്രമാത്രം വലിയതാണ്. कितना बड़ा है वो धीरज. കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണം. उसको मरियम का जो धीरज कितना बड़ा था. പുരുഷനെ उसे അറിയാത്ത ഒരു സ്ത്രീ पत्थरवा करना ഗർഭിണിയായാൽ അവളുടെ പേരിൽ എന്തെല്ലാം ചാർത്തലുകളാണ് വരുവാനിരിക്കുന്നത്. अगर एक कुमारी गर्भवती हो जाती है तो उसे कितना बड़ा कॉन्सिक्वेंसेस फेस करना पड़ता है. യഹൂദന്റെ ന്യായപ്രമാണം അനുസരിച്ചുള്ള ശിക്ഷകൾ മുഴുവനും ഏൽക്കുവാനിടയായി തീരണം. यहूदियों के व्यवस्था के अनुसार जितनी भी शिक्षाएं वो सारी शिक्षाएं उसे मिलनी थी. എന്നാൽ മറിയയെ കുറിച്ച് നമുക്ക് ഒരു കാര്യം കാണുവാൻ സാധിക്കുന്നു. लेकिन मरियम के बारे में हम एक चीज यहाँ पर देख सकते हैं. കർത്താവ് തന്നോട് അരുളിച്ച് നിവൃത്തിയാകുമെന്ന് അവൾ വിശ്വസിച്ചു. आमीन. परमेश्वर ने जो उसे प्रतिज्ञा दिया वो पूरा होगा करके उसने विश्वास किया. കർത്താവ് തന്നോട് അരുളിച്ച് നിവൃത്തിയാകുമെന്ന് അവൾ വിശ്വസിച്ചു. परमेश्वर ने जो बातें उसे कहा वो पूरा होगा करके वो पूरा होने तक विश्वास किया. ഇന്ന് പകൽ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന ദൈവത്തിന്റെ മക്കളെ, यहाँ पर आने वाले हर एक परमेश्वर के बच्चों, നിങ്ങൾ ശുശ്രൂഷയിലായിരിക്കാം, आप हो सकता है कि सेवा में हो, മറ്റേതെങ്കിലും ജോലിയിലായിരിക്കാം, आप कुछ हो सकता है कि नौकरी करते हो, ഇല്ലെങ്കിൽ ആരാധിക്കുന്ന ആരാധകരുടെ കൂട്ടത്തിലായിരിക്കാം. नहीं तो आराधना करने वाले के साथ हो सकता ഏത് है. നിലയിലായിരുന്നാലും നിങ്ങൾ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരാണ്. किसी भी वजह से हो, द्वारा हो, लेकिन आप परमेश्वर के लिए निकल पड़े हैं. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടിയവരാണ്. आप परमेश्वर के लिए इस्तेमाल होने वाले हैं. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു ദൈവവൈതൽ परमेश्वर के लिए इस्तेमाल होने वाला एक परमेश्वर का കർത്താവിന്റെ संतान, വാഗ്ദത്തങ്ങൾ നിവൃത്തിയാകുമെന്ന് വിശ്വസിക്കണം. वो उसको ये विश्वास करना चाहिए कि परमेश्वर की प्रतिज्ञाएं पूरी होगी. വാഗ്ദത്തങ്ങളെ ഒരിക്കലും സംശയിക്കരുത്. प्रतिज्ञाओं के ऊपर कभी शंका न करे. ഞങ്ങൾക്ക് ഒത്തിരി വാഗ്ദത്തങ്ങൾ കർത്താവ് തന്നു. हमें बहुत सारी प्रतिज्ञाएं परमेश्वर ने दिया है. ഒരുപാട് വാഗ്ദത്തങ്ങൾ കർത്താവ് തന്നു. बहुत सारी प्रतिज्ञा परमेश्वर दिए हैं. വാഗ്ദത്തം പറഞ്ഞ സമയത്ത് അത് വിശ്വസിക്കുവാനോ മനസ്സിൽ ചിന്തിക്കുവാനോ പോലും കഴിയത്തില്ലായിരുന്നു. प्रतिज्ञा जब हमें मिली तो ना हम उसे विश्वास कर पाए, ना हमारी सोच में हम उसे ले पाए. ഞാനൊരു സാധുവായ മനുഷ്യനാണ്. मैं एक साधारण मनुष्य हूँ.
ഒരു പ്രത്യേകതയും എടുത്തു പറയാനായിട്ടില്ല. बोलने के लिए कुछ खास बात नहीं है, ഒന്നും എടുത്തു പറയാനില്ല. बोलने के लिए कुछ भी नहीं है. ഒരു സാധാരണ മനുഷ്യനെന്നല്ലാതെ വേറെ ഒന്നും പറയാനായിട്ടില്ല. एक साधारण मनुष्य के पास जो है उसके अलावा बोलने के लिए कुछ भी नहीं है. ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് തന്നെ ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. अगर मैं आज यहाँ पर खड़ा हूँ तो परमेश्वर के काम है. ഇന്നിവിടെ വരാനിടയായി തീർന്ന ദൈവത്തിന്റെ ഒരു കരുണയാണ്. मैं आज यहाँ पर जो आप आया हूँ परमेश्वर की बहुत बड़ा करुणा है. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ मैं जब यहाँ पर खड़ा हूँ എനിക്കൊരു ബോധ്യമുണ്ട്. मुझे एक बात का पक्का है. പതിറ്റാണ്ടുകൾ ഈ പ്രദേശത്ത് വന്ന് കർത്താവിന്റെ വേല ചെയ്ത് यहाँ पर परमेश्वर की सेवा करके ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാക്കിയെടുക്കുവാൻ കർത്താവിന്റെ ദാസന് അതിനു വേണ്ടി ചുമല് കൊടുത്തു. ऐसा एक अवसर बनाने के लिए परमेश्वर ने परमेश्वर के दास को एक ऐसा उत्तरदायित्व दिया. ഒത്തിരി ഉറക്കളച്ചു, बहुत ही उन्होंने ഒത്തിരി ഉപവസിച്ചു, बहुत उपवास किया, ഒത്തിരി പ്രാർത്ഥിച്ചു, बहुत प्रार्थना किया, ഒത്തിരി സാഹസികമായ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയി, बहुत साहसिक अनुभवों से उन्हें ഒത്തിരി गुजरना, ത്യാഗങ്ങളിൽ കൂടെ കടന്നുപോയി. बहुत त्याग उनके जीवन में उठाया. ഇങ്ങനെയെല്ലാം ഒരു ഇതിന്റെ മുമ്പിൽ നിന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടായത്. आमीन. ऐसा एक व्यक्ति सामने खड़ा था, इसीलिए ये स्टेज यहाँ पर बना है. ഇല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ഉണ്ടാകത്തില്ല. नहीं तो कभी भी एक ऐसा स्टेज यहाँ पर नहीं बनता. അപ്പോൾ അതിനുവേണ്ടി ചുമല് കൊടുത്ത, तो उसके लिए जो अपने कीमत देने वाला, അതിനുവേണ്ടി വില കൊടുത്ത, उसके लिए उत्तरदायित्व जिसको मिला, അതിനുവേണ്ടി കഷ്ടം സഹിച്ച, उसके लिए जो कष्ट सहा, അതിനുവേണ്ടി ജീവിതത്തെ തന്നെ മാറ്റിവെച്ച उसके लिए अपने जीवन को भी अलग किया. കർത്താവിന്റെ ദാസനെ ദൈവം ആദരിക്കും. परमेश्वर के दास को परमेश्वर आदर करेगा. ആ ആദരവ് ദൈവമക്കളിൽ നിന്ന് അത് ലഭിക്കാനിടയായി തീരണം. वो जो आदर है वो परमेश्वर के संतानों के द्वारा भी मिलने पाए. അതുകൊണ്ടാണ് എനിക്കിന്ന് ഇവിടെ നിൽക്കാനിടയായി തീർന്നത്. इसीलिए मैं आज यहाँ पर खड़ा हो എന്റെ पाया. ഭാര്യയ്ക്ക് സാക്ഷ്യവുമായിട്ട് ഇവിടെ നിൽക്കുവാനിടയായി തീർന്നത്. मेरी पत्नी को गवाही के तौर पर यहाँ खड़ा हो पाई. നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നതൊന്നും കർത്താവ് മറക്കത്തില്ല. आमीन. हम जो परमेश्वर के लिए करते हैं वो कुछ भी परमेश्वर भूलता नहीं है. ലോകം ചിലപ്പോൾ മാറുന്നെന്ന് വരാം, हो सकती है कि दुनिया हमें भूल जाए, ഉൾപ്പെട്ട സമൂഹം ചിലപ്പോൾ മാറുന്നെന്ന് വരാം, समूह हमें भूल सकती है, എന്നാൽ ഒരിക്കലും മറക്കാത്ത ഒരുവനുണ്ട്. लेकिन कभी ना भूलने वाला एक परमेश्वर है. ഈ പകൽ ഇവിടെ നിൽക്കുന്ന ഓരോ ദൈവവൈതലുമേ यहाँ पर बैठने वाले हर एक परमेश्वर के बच्चों ഒരിക്കൽ പ്രവാചകനിലൂടെ ഇങ്ങനെ വിളിച്ചു ചോദിച്ചു, एक बार भविष्यवक्ता के द्वारा इस ഒരു प्रकार से സ്ത്രീ बोला, തന്റെ കുഞ്ഞിനെ മറക്കുമോ? एक स्त्री क्या अपने बच्चे को भूल सकती है क्या? ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? एक स्त्री क्या अपने बच्चे को भूल सकती है क्या? ഈ കാലഘട്ടത്തിൽ എത്രയോ സ്ത്രീകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. इस जमाने में कितनी स्त्रियां वैसा करती है. സ്വന്തം കുഞ്ഞിനെ ആമീൻ ഒരു കരുണയും കൂടാതെ വഴിയിൽ ഉപേക്ഷിക്കുന്നവർ. अपने बच्चों को बिना करुणा के रास्ते में छोड़ देने वाले. പണ്ടൊക്കെ കേരളത്തിലാണെങ്കിൽ അമ്മത്തൊട്ടിലിൽ കൊണ്ടിടുമായിരുന്നു. पहले के केरला में है तो अलग एक जगह है, वहां पर जाके उसे डाल देते थे. ഇപ്പൊ അമ്മത്തൊട്ടിൽ പോലും വേണ്ടാത്ത ആളുകളാണ്. अभी तो उसकी भी जरूरत नहीं है, वैसे लोग हैं. അപ്പോൾ അത്രമാത്രം സ്തോത്രം ദൈവാത്മാവ് എത്രയോ മുമ്പേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ ഇത് കണ്ടതുകൊണ്ടാണ് പ്രവാചകനിലൂടെ ചോദിച്ചത്, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? तो ये हमारा परमेश्वर पहले ही इसे देखते हुए हजारों साल पहले ये लिख के रखा है कि क्या एक स्त्री अपने बेटे को भूल सकती है? അവൾ മറന്നാലും अगर वे भूल भी जाए, ഞാൻ നിന്നെ മറക്കുകയില്ല. मैं तुझे भूलूंगा नहीं. ദൈവസന്നിധിയിലായിരിക്കുന്ന ഓരോരുത്തരുമേ परमेश्वर के उपस्थिति में आने वाले हर एक व्यक्तियों के ऊपर മറക്കാത്ത ഒരു ദൈവമുണ്ട്. आमीन. जो नहीं भूलता वैसा एक परमेश्वर है. മറക്കാത്ത ഒരു ദൈവമുണ്ട്. जो हमें कभी नहीं भूलता वैसा एक परमेश्वर ഒരിക്കൽ आपके നമ്മുടെ साथ है. കർത്താവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, एक बार हमारा प्रभु यीशु मसीह ने ऐसे कहा, ശിഷ്യൻ എന്ന് വെച്ച് बालक है करके ഈ ചെറിയവരിൽ ഒരുത്തന് इस छोटों में से एक ഒരു പാത്രം തണ്ണീർ കുടിപ്പാൻ കൊടുത്താൽ अगर छोटा समझकर किसी को भी आप पानी दे दे पीने के लिए, പ്രതിഫലമില്ലാതെ പോകയില്ല. तो उसको निश्चय प्रतिफल मिलेगा. ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാത്രം തണ്ണീർ കുടിപ്പാൻ കൊടുത്താൽ പ്രതിഫലമുണ്ട്. अगर अपने आप को सेवक समझकर इन छोटों में से छोटों को भी अगर एक बूंद पानी पीने को भी दे तो उसके लिए भी बहुत बड़ा प्रतिफल है. അങ്ങനെയെങ്കിൽ നമ്മൾ കർത്താവിന്റെ നാമത്തോട് കാണിക്കുന്ന സ്നേഹം മറന്നു കളയുന്നവനല്ല ഈ സർവശക്തനായ ദൈവം. तो हम परमेश्वर के संतानों के साथ जो करते हैं उस कामों का प्रतिफल देने वाला परमेश्वर है हमारा परमेश्वर. നാം കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുന്നു അത് ഒരിക്കലും മറക്കുന്നവനല്ല. हम जो परमेश्वर करते हैं परमेश्वर उसे कभी भी भूलता नहीं है.
മറക്കുന്നവർ ലോകത്തിലുണ്ട്. भूल जाने वाले लोग दुनिया में हैं, നന്ദിയില്ലാത്ത മനുഷ്യരുണ്ട്. जो बिल्कुल ग्रेटिट्यूड नहीं है, वैसे लोग इस संसार पर है. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഓർക്കുമ്പോൾ ഒരുപക്ഷേ എന്തിനാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് तब हमें ऐसा लगता है कि मैं क्यों ये सब कर रहा हूँ. എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുവാനായി തീരും. कभी कभी हमारे मन में ऐसी चिंताएं आ जाती है. എന്നാ ഓർക്കണം, മറക്കാത്ത ഒരുവനുണ്ട്. लेकिन ये मत भूलो कि एक हमारा परमेश्वर जो हमें कभी नहीं भूलता है. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം इब्रानियों 6 में അതിന്റെ 10-ാമത്തെ വാക്യം उसके 10 में, വായിച്ചേക്കാം. इब्रानियों 6 के 10 में ऐसा कहा है, क्योंकि परमेश्वर अन्याय नहीं कि तुम्हारे काम और उस प्रेम को भूल जाए जो तुमने उसके नाम के लिए इस रीति से दिखाया कि पवित्र लोगों की सेवा की और कर भी रहे हो. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, यहाँ पर हम देख सकते हैं വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും कि पवित्र लोगों की सेवा करने किया, ശുശ്രൂഷിക്കുന്നതിനാലും उनको सेवा किया. നോക്കണം, വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും पवित्र लोगों की सेवा करने के लिए വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും पवित्र लोगों को सेवा करने से അവന്റെ നാമത്തോട് കാണിക്കുന്ന സ്നേഹം, वो यीशु मसीह के नाम के द्वारा दिखाने वाला जो प्रेम है, അവന്റെ നാമത്തോട് കാണിക്കുന്ന സ്നേഹം परमेश्वर के नाम के निमित्त दिखाने वाला जो प्रेम അവൻ है, മറന്നു കളയുവാൻ वो भूल जाने के लिए അവൻ അനീതിയുള്ള ദൈവമല്ല. वो अन्यायी परमेश्वर नहीं है. എല്ലാവർക്കും കൂടെ ചേർന്ന് പറയുവാൻ സാധിക്കുമോ? क्या हम അവൻ सब അനീതിയുള്ള मिलकर ദൈവമല്ല. कि वो अन्यायी परमेश्वर नहीं है. ശ്രദ്ധിക്കണമേ, ഒരു വിശ്വാസിക്ക് ഒരു ബലഹീനതയുണ്ടെങ്കിൽ अगर एक विश्वासी के जीवन में कुछ बलहीन അവരെ होता താങ്ങി है, ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകാൻ ഇടയായി തീർന്നാൽ तो उनको सपोर्ट करके अगर हम उन्हें परमेश्वर की उपस्थिति में लेकर आते നമ്മുടെ हैं, വണ്ടിയിൽ ഒരു ലിഫ്റ്റ് കൊടുത്താൽ, तो अगर हम थोड़ा अपने गाड़ी में एक लिफ्ट उन्हें दे देंगे, അല്ല ഒരു ടിക്കറ്റ് എടുത്താൽ, हम उनके लिए एक टिकट निकाल कर दे ഒരു देंगे, ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ, हमने एक ग्लास उन्हें पानी भी पिलाए, ഒരു ഗ്ലാസ് കാപ്പി കൊടുത്താൽ, एक ग्लास चाय अगर हम उन्हें पिलाए, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരു കൈത്താങ്ങൽ കൊടുത്താൽ, परमेश्वर की सेवा के लिए अगर हम थोड़ी सी कुछ भी सहायता करें, ഒരു മാന്യമായ സ്തോത്ര കാഴ്ച നൽകിയാൽ, अगर हम ऑफरिंग दें, ഒരു മനഃപൂർവ്വദാനം നൽകിയാൽ, अगर हम कुछ भी परमेश्वर के लिए दें, ഇതൊന്നും മറന്നു കളയുന്ന ഒരു ദൈവമല്ല. तो ये सब कुछ भूलने वाला हमारा परमेश्वर अन्याय नहीं है. ഇതൊന്നും മറന്നു കളയുന്ന ദൈവമല്ല. ये सब भूलने वाला परमेश्वर नहीं है. എബ്രായ ലേഖന കർത്താവ് തന്നെ പറയുന്നു, इब्रानियों की पत्री में ऐसा लिखा है, അവൻ അനീതിയുള്ള ദൈവമല്ല, वो अन्यायी परमेश्वर नहीं അവൻ है. നീതിയായി ചെയ്യുന്ന ദൈവമാണ്. वो सब कुछ न्याय से करता है. നാം എന്ത് കർത്താവിന് വേണ്ടി ചെയ്യുന്നുവോ हम जो परमेश्वर के लिए करते हैं, അതിനെല്ലാം നീതിയോടെ കണക്കിടുന്നവനാണ് ഈ വലിയവനായ ദൈവം. वो सारी बातों के लिए वो न्याय से प्रतिफल देने वाला परमेश्वर है. എത്ര നല്ല വാഗ്ദത്തമാണ്, कितनी बड़ी प्रतिज्ञा है ये, എത്ര നല്ല വാഗ്ദത്തമാണ്. कितनी बड़ी प्रतिज्ञा है ये. ആ വാഗ്ദത്തങ്ങളിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് उस प्रतिज्ञा को हम विश्वास करते हुए കർത്താവിനെ നമ്മൾ മാനിപ്പാൻ ഇടയായി തീർന്നാൽ परमेश्वर की अगर आदर करने लगे तो ഒരിക്കലും കർത്താവ് നമ്മളെ നിന്ദിക്കാൻ അനുവദിക്കത്തില്ല. तो परमेश्वर कभी हमें निंदित होने नहीं ഒരിക്കലും देगा. കർത്താവ് നമ്മളെ കൈവിടത്തില്ല. तो परमेश्वर कभी हमारा हाथ नहीं छोड़ेगा. നമ്മുടെ കർത്താവ് ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, हमारा परमेश्वर ऐसा कह पाएगा, എന്റെ അടുക്കൽ വരുന്നവനെ जो मेरे पास आता है ഒരു നാളും തള്ളിക്കളയത്തില്ല. मैं उन्हें कभी नहीं छोड़ूंगा. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിചാരിക്കും, हम ऐसा सोचते हैं, എത്രയോ നാളായി കർത്താവേ, कितना साल हो गया എന്റെ परमेश्वर, പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയില്ലേ, मेरे प्रार्थना का क्या जवाब नहीं है, എന്റെ ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ലേ, मेरे जीवन में क्या कोई उन्नति എന്റെ नहीं है, കണ്ണുനീർ എന്ന് മാറും, मेरे जीवन की अवस्था कब എന്റെ बदलेगी? വേദന എന്ന് മാറും, मेरा दर्द कब हटेगा, എന്റെ തലമുറയ്ക്ക് എന്നൊരു വഴി തുറക്കും, मेरी पीढ़ी का कब एक द्वार എന്റെ खुलेगा, ജോലിയിൽ എന്നൊരു ഉയർച്ച കിട്ടും, मेरी नौकरी में कब मुझे उन्नति എന്റെ मिलेगी, ശാരീരിക വിഷയത്തിന് എപ്പോഴാണ് പരിഹാരം मेरी ഉണ്ടാകുന്നത്, शारीरिक अवस्थाओं में कब मुझे छुटकारा എന്റെ मिलेगा, മക്കളുടെ വിവാഹം എങ്ങനെ നടക്കും, मेरे बच्चों की विवाह कैसे होगा. ഇങ്ങനെ എത്ര ചോദ്യങ്ങളാണ്. ऐसे कितना कितना सवाल है. ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ जब विश्वास में आए थे, ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരൊക്കെ ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, हमारे लोग ऐसा कहने लगे, നിങ്ങളുടെ മക്കൾക്ക് आपके बच्चों को നിങ്ങൾ എവിടെ ചെന്ന് കല്യാണം ഉണ്ടാക്കും, आप कहाँ जाकर शादी करवाएंगे, കാരണം അവരൊക്കെ പാരമ്പര്യത്തിൽ നിൽക്കുന്നവരാണ്. क्योंकि वे सब लोग अपने निगल- ट्रेडिशन पर रुकने वाले हैं. നിങ്ങളുടെ മക്കൾക്ക് എവിടെ ചെന്ന് സ്വത്രം ചെറുക്കന് പെണ്ണിനെ കൊണ്ടുവരും, आपके बच्चों के लिए कहाँ से शादी का പെണ്ണിന് रिश्ता ചെറുക്കനെ लाएंगे? എവിടെ ചെന്ന് കൊണ്ടുവരും, आपकी लड़की के लिए लड़का कहाँ से मिलेगा? കാണാമല്ലോ देखते हैं. എന്നൊക്കെ പറഞ്ഞ് നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുവാനിടയായി തീർന്നു. ऐसा बोलकर निंदा उठाया, मजाक किया.
പ്രൈസ് ദി ലോർഡ്. എന്റെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നത്, मेरी बेटी का जो अभी शादी किया है, എന്റെ എന്ന് പറഞ്ഞത് ക്ഷമിക്കണം, ഞങ്ങളുടെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നത് मेरा कहा माफ करना, हमारी बेटी കർത്താവിന്റെ ദാസന്റെ അമ്മാമ്മയുടെ കുടുംബത്തിലാണെന്ന് ഇന്നിപ്പോ അദ്ദേഹം പറയുവാനിടയായി തീർന്നു. आमेन, परमेश्वर के दास के पास्टर के परिवार से है। പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് മാന്യമായ ഒരു ബന്ധമാണ് ലഭിക്കാനിടയായി തീർന്നത്. हमें बहुत अच्छा एक रिश्ता मिला है। ഞങ്ങളുടെ സ്വന്തം മക്കൾ നോക്കുന്നത് പോലെ തന്നെയാണ് ആ മകൻ ഞങ്ങളെയും കാണുവാൻ ഇടയായി തീരുന്നത്. हमारे खुद के बच्चे कैसे हमें देखते हैं वैसे ही वो बेटा हमको आज भी देखता है। പ്രൈസ് ദി ലോർഡ്. മൂത്ത മകൻ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാൻ ഇടയായി. जो बड़ा बेटा था वो परमेश्वर की उपस्थिति में उठा लिया गया, ഇളയ മകനെ लेकिन छोटा बेटा, ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇന്നടത്തൊരു പെങ്കൊച്ചുണ്ട്, हम जब प्रार्थना कर रहे थे तो हमें ऐसा याद है कि इस जगह पर एक लड़की നമുക്ക് है, വേണമെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കാം, चाहिए तो हम एक बार पूछ कर देखते हैं, അവർക്ക് താല്പര്യമാണെങ്കിൽ നമുക്ക് ആലോചന മുന്നോട്ട് കൊണ്ടുപോകാം. अगर उनको पसंद है तो इस रिश्ते को आगे बढ़ाएंगे। അങ്ങനെ അവർ പോലും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഞങ്ങൾ തമ്മിൽ ഈ വിഷയം സംസാരിക്കുന്നതും ഞങ്ങളവിടെ കടന്നു ചെല്ലുവാൻ ഇടയായിത്തീരുന്നത്. उन लोगों ने सोचा भी नहीं था, ऐसे एक वक्त पर हमारे मन में ये चिंता आई और हम उनके घर पर चले गए। മകന്റെ ഭാര്യ बेटा का जो पत्नी है ബീഹാർ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ बिहार सेंट्रल यूनिवर्सिटी का MA സൈക്കോളജിയിൽ MA साइकोलॉजी में ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു. फर्स्ट रैंक होल्डर थी। ഇന്ത്യൻ രാഷ്ട്രപതി इंडियन राष्ट्रपति ദ്രൗപദി മുർമു ആണ് उसने सर्टिफिकेट दिया, സർട്ടിഫിക്കറ്റും सर्टिफिकेट ഗോൾഡ് മെഡലും കൊടുക്കുവാനിടയായി और തീർന്നത്. ब्रॉन्ज का मेडल उसे दिया, ഗോൾഡ് മെഡലും കൊടുക്കുവാനിടയായി തീർന്നത്. गोल्ड मेडल उसको दिया। ഞങ്ങളുടെ മകളുടെ ഭർത്താവ്, और मेरा बेटी का जो पति है അദ്ദേഹം എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളാണ്. उसका इंजीनियरिंग हुआ है, വൈവാമിലായിരുന്നു കൊണ്ട് वाइवा में था, അനേക രാജ്യങ്ങൾ കടന്നു പോകുവാൻ उस वजह से अनेक राज्यों पर गया, ഇടയായി തീർന്നു. उसको मौका मिला। അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരൻ उसका जो बड़ा भाई പൈലറ്റ് ആയി തീർന്നു. पायलट है, അദ്ദേഹത്തിന്റെ സിസ്റ്റർ उसकी जो बहन है കാനഡയിൽ ഡോക്ടർ ആയിരിക്കുന്നു. डॉक्टर है। അപ്പോൾ ദൈവം മുന്നമേ കണ്ടു. परमेश्वर ने पहले ही देख लिया। പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മകളും മരുമോനും മകനും बेटा भी, അവരുടെ ഫാമിലി उनका परिवार, അവർ കുടുംബമായി കർത്താവിന്റെ വേല ചെയ്യുന്നു. वे परिवार से परमेश्वर की सेवा कर रहे हैं। മകളും കുടുംബവും അവരും കർത്താവിന്റെ വേല ചെയ്യുന്നു. बेटी और परिवार भी परमेश्वर की सेवा कर रहे हैं। ലോകത്തിലുള്ള എല്ലാറ്റിനേക്കാളും വലിയൊരു കർത്താവിന്റെ വേലയാണ്. आमीन। परमेश्वर का हमारा सबसे बड़ा महान परमेश्वर है। ലോകത്തിൽ മറ്റെന്തെല്ലാം നമുക്കുണ്ടെങ്കിലും കർത്താവ് നമുക്കില്ലെങ്കിൽ ഒന്നുമില്ല. दुनिया में जो कुछ भी हमें है, लेकिन अगर परमेश्वर साथ नहीं है तो कुछ भी नहीं है। അങ്ങനെ കർത്താവിനോട് കൂടെ ആയിരിക്കുന്നത്, കർത്താവിലായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. तो परमेश्वर के साथ बने रहना और परमेश्वर हमारे साथ बने रहना वो हमारा सबसे बड़ा सौभाग्य है। ഇടയ്ക്കിടയ്ക്ക് ഞാൻ സമയം നോക്കുന്നത്, मैं बीच बीच में समय देख रहा हूँ। ടൈം മാനേജ്മെന്റ് കറക്റ്റ് ആയിരിക്കണം. टाइम मैनेजमेंट सही होना चाहिए। നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ട്രെയിന് പോകേണ്ടി ഒരു കാണും, आप में से कुछ लोग ट्रेन में ബസ്സിന് जाने പോകേണ്ടി वाले, ഒരു കാണും, बस में जाने वाले होंगे, ഇത് കഴിഞ്ഞിട്ട് മറ്റെന്തെങ്കിലും പ്രോഗ്രാമുകൾ കാണും. इसके बाद कुछ और प्रोग्राम हो सकता ഇങ്ങനെ है। വ്യത്യസ്തമായിരിക്കുന്ന അവസ്ഥയിലായിരിക്കും. ऐसे अलग अलग परिस्थिति में आप लोग हो അവിടെ सकते എനിക്ക് हैं। തന്നിരിക്കുന്ന സമയത്ത് എന്നെ കൃത്യമായി നിർത്തും. इसलिए जो टाइम मुझे दिया है मैं उसी पर रोक दूंगा। 36-ാമത്തെ വാക്യം നമുക്ക് ഒന്നുകൂടെ വായിക്കാം. 36 वर्ष हम एक बार और पढ़ेंगे। ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ, परमेश्वर की इच्छा को पूरा करके प्रतिज्ञा को വാഗ്ദത്തം प्राप्त करने के लिए പ്രാപിക്കണമെങ്കിൽ അപ്പൊ ഇവിടെ ലേഖനം പറയുന്നു ദൈവേഷ്ടം ചെയ്യണം. यहाँ पर कहा गया है कि अगर प्रतिफल पाना है तो എന്താണ് हमें परमेश्वर की ദൈവേഷ്ടം? इच्छा करना है। क्या है परमेश्वर की इच्छा? വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ जब हम वचन पढ़ते हैं ഒത്തിരി ദൈവേഷ്ടമായിരിക്കുന്ന കാര്യങ്ങളുണ്ട്. तो बहुत सारी चीजें हम देख सकते हैं, എന്നാൽ ഒരു ദൈവവൈതൽ എന്നുള്ളതായിരിക്കുന്ന നിലയിൽ लेकिन एक परमेश्वर के बच्चा होने से നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ ഏറ്റവും വലിയ ഇഷ്ടം എന്താണ്? हमारे जीवन में परमेश्वर की सबसे बड़ी इच्छा क्या है? ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന് ഇഷ്ടമാണ്. परमेश्वर की आराधना करना परमेश्वर की इच्छा है। പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. प्रार्थना करना परमेश्वर की इच्छा है। കർത്താവിന്റെ വേല ചെയ്യുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. परमेश्वर की सेवा करना परमेश्वर की इच्छा है। ഇങ്ങനെ ഒരുപാട് ഇഷ്ടങ്ങൾ കർത്താവിനുണ്ട്. ऐसे बहुत सारी इच्छाएं परमेश्वर की है। എല്ലാം പറയാൻ സമയമില്ല. सब बोलने का समय नहीं है। ഒരു കാര്യം എടുത്തു പറയാം. एक बात मैं बोलता हूँ, ദൈവത്തിന്റെ ഇഷ്ടമോ परमेश्वर की इच्छा നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. आपकी पवित्रता ही है।
നമ്മൾ സ്തോത്രം രാപകലില്ലാതെ പാടുന്നവരായിരിക്കാം. हम हो सकते कि दिन रात गाना गाने वाले हों. ആ പാട്ട് ദൈവത്തിന് പ്രസാദകരമായി തീരണമെങ്കിൽ वो गाना अगर परमेश्वर को प्रसन्न करना है तो വിശുദ്ധരായിരിക്കണം. पवित्र जीवन होना चाहिए. വാഴോരാറ് ഞാൻ പ്രസംഗിക്കുന്നവനായിരിക്കാം. मैं हमेशा प्रचार करने वाला व्यक्ति हो അത് सकता ദൈവത്തിന് हूं. ഇഷ്ടമുള്ളതായിരിക്കണമെങ്കിൽ वो परमेश्वर को प्रसन्न करने वाली ഞാൻ होना है വിശുദ്ധനായിരിക്കണം. तो मुझे पवित्र बनना है. നിങ്ങളുടെ ശരീരം മുഴുവൻ ചുടുവാൻ ഏൽപ്പിച്ചെന്ന് വരാം. आपका शरीर में हो सकता है कि അത് ദൈവത്തിന് പ്രസാദകരമായി തീരണമെങ്കിൽ वो अगर परमेश्वर की प्रसन्न करना है നിങ്ങൾ വിശുദ്ധരായിരിക്കണം. तो आपको विशुद्ध पवित्र जीवन बिताना നിങ്ങളുടെ है. പ്രാർത്ഥന സൗരഭ്യം പോലെ ദൈവത്തിന് മണക്കണമെങ്കിൽ आपकी प्रार्थना एक सुगंध धूप के समान अगर നിങ്ങൾ स्वर्ग से വിശുദ്ധരായിരിക്കണം. रिसीव करना है तो आपको पवित्र होना है. വെളിപ്പാട് പുസ്തകം പറയുന്നു प्रकाशित वाक्य में कहा है വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപകലശം पवित्र लोगों की प्रार्थना की धूप അത് ധൂപമായി തീരണമെങ്കിൽ वो अगर धूप बनना उठना है ഞാനും നിങ്ങളും വിശുദ്ധരായിരിക്കണം. तो मुझे और आपको पवित्र होना है. ദൈവത്തിന്റെ ഇഷ്ടമോ परमेश्वर की इच्छा നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. आपकी पवित्रता ही है. ശുദ്ധീകരണത്തിന്റെ റേഞ്ച് നമ്മൾ പഠിക്കുമ്പോൾ पवित्रता ही की रेट अगर हम നമ്മളുടെ पढ़े വാക്കിലെ ശുദ്ധി മാത്രമല്ല तो हमारे शब्दों की पवित्रता ही നമ്മളുടെ नहीं ജീവിതത്തിലെ വിശുദ്ധിയാണ് ഏറ്റവും വലിയത്. हमारे जीवन की पवित्रता ही सबसे നമ്മുടെ महत्वपूर्ण ഹൃദയത്തിന്റെ है. വിശുദ്ധി ഏറ്റവും വലിയതാണ്. हमारे हृदय की पवित्रता सबसे महत्वपूर्ण നമ്മുടെ है. കർത്താവ് തന്നെ ഗിരിപ്രഭാഷണത്തിൽ ഇങ്ങനെ പറഞ്ഞു, परमेश्वर ने ऐसा कहा ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, जिसका हृदय शुद्ध है वो അവർ धन्य है. ദൈവത്തെ കാണും. वे परमेश्वर को देखेंगे. അപ്പൊ ദൈവത്തെ ഒരു വ്യക്തിക്ക് കാണണമെങ്കിൽ अगर एक व्यक्ति को परमेश्वर को देखना है तो ഹൃദയ ശുദ്ധി ഉണ്ടായിരിക്കണം. आपका हृदय शुद्ध होना चाहिए. എന്താണ് ഹൃദയ ശുദ്ധി? क्या है हृदय शुद्धि? ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സകലതും ഹൃദയത്തിൽ നിന്ന് പുറത്തു പോകണം. जो परमेश्वर को पसंद नहीं है वो सारी बातें हृदय से बाहर जाना है. എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. मेरा हृदय जो है वो अच्छे वचन से उमंड रहा है. നമ്മുടെ ഹൃദയത്തിന് എന്തൊക്കെയാണ് ഇരിക്കുന്നത്? हमारे हृदय में क्या क्या बैठी हुई है? അശുദ്ധി നമ്മുടെ ജീവിതത്തിലുണ്ടോ? हमारे जीवन में क्या अशुद्धि है? ദുശ്ചിന്ത നമ്മുടെ ജീവിതത്തിലുണ്ടോ? क्या बुरी चिंताएं हमारे हृदय അസൂയ में है? നമ്മുടെ ഹൃദയത്തിലുണ്ടോ? क्या जलन हमारे स्वभाव में പക है? നമ്മുടെ ഹൃദയത്തിലുണ്ടോ? क्या झूठ हमारे स्वभाव में പിണക്കം है? നമ്മുടെ ഹൃദയത്തിലുണ്ടോ? क्या झगड़ा और हमारे जीवन में है? ഇതുപോലെയുള്ളതായിരിക്കുന്ന സംഗതികളൊക്കെ ഹൃദയത്തിലുണ്ടെങ്കിൽ ऐसी सारी बातें अगर हमारे हृदय के अंदर പാട്ട് है പാടാൻ സാധിക്കും, तो പ്രസംഗിക്കാൻ സാധിക്കും, प्रचार कर सकते हैं. പ്രാർത്ഥിക്കാൻ तो സാധിക്കും, भी हम प्रार्थना कर सकते हैं. ഇതെല്ലാം ചെയ്യാൻ സാധിക്കും. सब कुछ कर सकते हैं. പക്ഷേ ദൈവം പ്രസാദിക്കണമെങ്കിൽ लेकिन अगर परमेश्वर प्रसन्न होना ഹൃദയം है तो ശുദ്ധമായിരിക്കണം. हृदय शुद्ध होना है. ഇബ്രായ ലേഖന കർത്താവ് इब्रानियों की पत्री लेखक ശുദ്ധീകരണത്തെ കുറിച്ചുള്ള റേഞ്ച് പറഞ്ഞിരിക്കുന്നത് पवित्रता के बारे में जो कहा गया है, ഇബ്രായ ലേഖനം इब्रानियों की पत्री 12-ാം അധ്യായം 12 अध्याय 14-ാമത്തെ വാക്യം 14 आयत നമ്മെ ഇങ്ങനെ ഓർപ്പിക്കുന്നു. हमें ऐसा याद दिलाती നിങ്ങൾ है. പിന്നീട് വായിച്ചാൽ മതി. घर पे जाकर पढ़ सकते हैं. എല്ലാവരോടും സമാധാനം ആചരിച്ച് सबसे मेल मिलाप रखकर ശുദ്ധീകരണം പ്രാപിപ്പാൻ पवित्रता को प्राप्त करने के लिए ഉത്സാഹിപ്പീൻ. आप खोजते रहे. ശുദ്ധീകരണം കൂടാതെ पवित्रता के बिना ആരും ദൈവത്തെ കാണുകയില്ല. कोई भी प्रभु से नहीं मिल ഇന്ന് पाएगा. കർത്താവ് വന്നാൽ, अगर आज प्रभु आए ഇന്ന് तो, കർത്താവിന്റെ കാഹളം ധ്വനിച്ചാൽ अगर आज प्रभु की नरसिंह ഞാനും നിങ്ങളും കർത്താവിനെ കാണണമെങ്കിൽ अगर हमें प्रभु से मिलना है तो ശുദ്ധീകരണം ഉണ്ടായിരിക്കണം. पवित्र जीवन होना चाहिए. ആന്തരിക ശുദ്ധി ഉണ്ടായിരിക്കണം. हमारे अंदर पवित्रता ही होनी ആന്തരിക चाहिए. ശുദ്ധി ഉണ്ടെങ്കിലേ ഭാഗ്യശുദ്ധി വരുള്ളൂ. अगर आंतरिक पवित्रता है तो ही बाहर पवित्रता है. ഭാഗ്യശുദ്ധി കൊണ്ട് ആന്തരിക വിശുദ്ധി വരത്തില്ല. बाहर पवित्रता होने से अंदर पवित्रता नहीं हो ആന്തരിക सकती. വിശുദ്ധി ഭാഗ്യശുദ്ധി വരുത്തും. आंतरिक पवित्रता बाहर पवित्रता लेकर आएगी. ഇവിടെ ലേഖനകർത്താവ് നമ്മെ ഓർപ്പിക്കുന്നത് यहाँ पर जो लेखक है वो याद दिलाती है എല്ലാവരോടും സമാധാനം ആചരിക്കണം. सबसे मेल मिलाप रखो. പാസ്റ്ററും വിശ്വാസികളും സമാധാനം ആചരിക്കണം. पास्टर विश्वासी सभी लोग एक दूसरे से വിശ്വാസികൾ मेल തമ്മിൽ मिलाप സമാധാനം रखो. ആചരിക്കണം. विश्वासी विश्वासी के बीच में मेल मिलाप रखो. സഹപാഠികളോട് സമാധാനം ആചരിക്കണം. अपने सहकर्मियों के साथ मेल मिलाप रखो. സഹപ്രവർത്തകരോട് സമാധാനം ആചരിക്കണം. अपने साथ काम करने वालों के साथ मेल मिलाप रखो. നെയ്ബേഴ്സിനോട് സമാധാനം ആചരിക്കണം. हर एक व्यक्ति के साथ मेल मिलाप रखो. നാം ആരെല്ലാമായിട്ട് ബന്ധപ്പെടുവാനിടയായിത്തീരുന്നു हम जिन जिन व्यक्तियों से मिलते हैं ആ സമൂഹത്തോട് നാം സമാധാനം ആചരിപ്പാനിടയായിത്തീരണം. उस समाज के साथ भी हमें मेल मिलाप रखने वाला व्यक्ति होना അതുകൊണ്ടാണ് चाहिए. മലയാള പുസ്തകം പറയുന്നത് इसीलिए
എല്ലാവരോടും സമാധാനം ആചരിക്കണം. ऐसा कहा गया है कि सभी के साथ मेल मिलाप रखे. അപ്പോഴാണ് ശുദ്ധീകരണത്തിന്റെ റേഞ്ച് മനസ്സിലാക്കുവാനിടയായി തീരുന്നത്. तभी हम पवित्रता की रेंज समझ सकते हैं. നമ്മളുടെ ജീവിതത്തിൽ ആരോടെങ്കിലും സമാധാനം ഇല്ലാത്ത അവസ്ഥയുണ്ടോ? अगर ऐसा कोई अवस्था है हमारे जीवन में किसी के साथ हमारा मेल मिलाप ना ശുദ്ധ हो, മനസാക്ഷിയോടെ കൈകൊടുത്ത് ഒരു സ്തോത്രം പറയാൻ കഴിയുന്ന അവസ്ഥ ഇല്ലാത്ത അനുഭവം ഉണ്ടോ? अगर शुद्ध मन के साथ हम उन्हें हाथ मिलाकर प्रेज लॉर्ड नहीं बोल सकते, क्या एक ऐसी अवस्था है? ഉണ്ടെങ്കിൽ ദൈവത്തോട് ഏറ്റു പറയാനുള്ള ദൈവത്തോട് ഏറ്റു പറയണം. अगर ऐसा है तो जो परमेश्वर से माफी मांगना है परमेश्वर से माफी मांगे. മനുഷ്യനോട് നിരപ്പ് പ്രാപിക്കാനുണ്ടെങ്കിൽ മനുഷ്യനോട് നിരപ്പ് പ്രാപിക്കണം. अगर मनुष्य के साथ माफी मांगना है तो मनुष्य के साथ माफी मांगे. എങ്കിൽ മാത്രമേ എല്ലാവരോടും സമാധാനം ആചരിപ്പാൻ കഴിയത്തുള്ളൂ. तो ही हम सब के साथ मेल मिलाप में रह सकते हैं. കുറ്റങ്ങൾ കണ്ടെന്നു വരാം, हो सकता है गलतियां दिखी हो, കുറവുകൾ കണ്ടെന്നു വരാം. हो सकता है कमियां दिखी हो, പക്ഷേ लेकिन അതൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. वो सब हृदय में रख कर नहीं रहना चाहिए. അതെല്ലാം അപ്പോഴേ പുറത്തു കളയണം. वो तभी तभी अपने हृदय से निकाल देना നമ്മുടെ चाहिए. ശരീരത്തിൽ ഒരു അഴുക്കുണ്ടെങ്കിൽ, अगर हमारे शरीर में कुछ गंदगी നമ്മുടെ है तो, വസ്ത്രത്തിൽ ഒരു അഴുക്കുണ്ടെങ്കിൽ अगर हमारे कपड़े में कुछ गंदगी लगी है അതൊരിക്കലും ധരിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. तो वो गंदा कपड़ा हम पहनना पसंद नहीं ആ करते അഴുക്ക് हैं. വെച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുവാൻ താല്പര്യപ്പെടുന്നില്ല. तो गंदगी के साथ हम आगे नहीं जाते അങ്ങനെയെങ്കിൽ हैं. वैसा है तो ആത്മാവിന്റെ നിത്യത आत्मा की जो नित्यता, സ്വർഗത്തിലെ ദൈവത്തോടു കൂടെ കഴിക്കണമെങ്കിൽ अगर स्वर्ग में हमें परमेश्वर के साथ उस നമ്മൾ जीवन बिताना എത്രത്തോളം है तो ശുദ്ധീകരണം പ്രാപിപ്പാനിടയായി തീരണം. हम जो है वो पवित्रता जीवन बिताए लगे. അതുകൊണ്ടാണ് എബ്രായ ലേഖന കർത്താവ് നമ്മെ ഓർപ്പിക്കുന്നത്, इसीलिए इब्रानियों की पत्री में लेखक याद दिलाता है, എല്ലാവരോടും സമാധാനം ആചരിച്ച് सबसे मेल मिलाप रखकर ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. पवित्रता की खोजी बनने का उत्साह रखें. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. पवित्रता के बिना कोई भी प्रभु को नहीं देख पाएगा. നാം ദൈവത്തെ കാണണമെങ്കിൽ, अगर हमें परमेश्वर से मिलना കർത്താവിന്റെ है तो, കാഹള ശബ്ദം കേൾക്കണമെങ്കിൽ, परमेश्वर की नरसिंगे की आवाज अगर सुनना है तो, ആയിരം ആയിരം വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, हजारे सब संत लोग उठा लिए जाएंगे. ജീവിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിക്കുമ്പോൾ, जीवित विशुद्ध पवित्र लोग जब रूपांतर प्राप्त करेंगे നാമും അവനോടുകൂടെ കാണപ്പെടണമെങ്കിൽ तो हम भी अगर उसके साथ अगर देखना है तो ശുദ്ധീകരണം പ്രാപിക്കണം. पवित्रता में जीवन बिताना है. ദൈവേഷ്ടം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. परमेश्वर की इच्छा वो है करके हमें सिखाती है. ദൈവേഷ്ടം ചെയ്താലേ വാഗ്ദത്തം പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. परमेश्वर की इच्छा करेंगे तो ही हम प्रतिफल प्राप्त कर सकते हैं. നമ്മോട് പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന വാഗ്ദത്തം तो हमारे साथ किया हुआ पवित्र आत्मा की प्रतिज्ञा, നിവൃത്തിയാകുവാനുള്ളതായിരിക്കുന്ന തടസ്സം वो पूरा होने का जो रुकावट क्या है, നമ്മുടെ അശുദ്ധിയാകരുത്. हमारी जीवन की अपवित्रता न बने. നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് हम पवित्र बनकर എന്റെ വാഗ്ദത്തം നിവർത്തിതമാക്കണമേ ദൈവത്തോട് നാം और അപേക്ഷിക്കുന്നുവെങ്കിൽ, हम ऐसा प्रार्थना करें कि मेरी प्रतिज्ञा ആ पूरा വാഗ്ദത്തത്തിൽ നാം होने दे. വിശ്വസിക്കുന്നുവെങ്കിൽ अगर उस प्रतिज्ञा के ऊपर हम भरोसा നിശ്ചയമായും ആ रखते हैं വാഗ്ദത്തം നമ്മുടെ കൈകളിൽ കർത്താവ് തരും. तो निश्चय तौर से प्रतिज्ञा परमेश्वर ആ हमें വാഗ്ദത്തം देंगे. നമ്മുടെ തലമുറകളിൽ നമ്മുടെ കർത്താവ് തരും. वो प्रतिज्ञा हमारे पीढ़ियों में ആ परमेश्वर വാഗ്ദത്തം നമ്മുടെ देगी. ശുശ്രൂഷയിൽ കർത്താവ് वो നിറവേറ്റും. प्रतिज्ञा हमारे सेवकाई में परमेश्वर ആ हमें വാഗ്ദത്തം देगी. നമ്മുടെ സഭയിൽ കർത്താവ് നിറവേറ്റും. वो प्रतिज्ञा हमारी कलीसिया में परमेश्वर ആ हमको വാഗ്ദത്തം देगी. നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവ് നിറവേറ്റും. वो प्रतिज्ञा हमारे परिवारों में परमेश्वर ദൈവം हमें देगी. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. हमारा परमेश्वर प्रतिज्ञाओं में विश्वास योग्य അതുകൊണ്ട് है. നിങ്ങളുടെ മഹാപ്രതിഫലമുള്ള ധൈര്യം നിങ്ങൾ തള്ളിക്കളയരുത്. इसीलिए आपका हियाव ना छोड़ो क्योंकि हमारा प्रतिफल बहुत ധൈര്യത്തോടെ बड़ा है. കർത്താവിനെ സേവിക്കണം. हियाव के साथ हम परमेश्वर की ധൈര്യത്തോടെ सेवा കർത്താവിന് करें. വേണ്ടി നിൽക്കണം. हियाव के साथ हम परमेश्वर के लिए बने ഈ रहे. വചനത്താൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. इस वचन से परमेश्वर हम सबको आशीष കർത്താവിന്റെ करे. ദാസിയോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. बहन को भी मैं धन्यवाद देना ഇങ്ങനെ चाहती അവസരം हूँ. നൽകിയതായിരിക്കുന്ന കർത്താവിന്റെ ദാസിനോടും കുടുംബത്തോടും ऐसे ഇവിടെ ഉള്ളതായിരിക്കുന്ന എല്ലാ ദൈവമക്കളോടും വിശേഷാൽ നന്ദി പറഞ്ഞുകൊണ്ട് ആമീൻ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. मौका दिया परमेश्वर के दास को, परिवार को और कलीसिया को धन्यवाद देते हुए मैं मेरे शब्दों को നിങ്ങളുടെ रोकना വിലയേറിയ പ്രാർത്ഥന ഞങ്ങൾക്കും ആവശ്യമാണ്. चाहती हूँ. आपकी प्रार्थना हमारे लिए ദൈവം आवश्यक है. അനുഗ്രഹിക്കട്ടെ. परमेश्वर आशीषित करे.